പാലുവാകുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ നാമത്തിൽ ഇന്നിവിടെ സന്നിഹിതരായിട്ടുള്ള എല്ലാ സഹോദരന്മാർക്കും വന്ദനങ്ങൾ. യോഗാധ്യക്ഷൻ ബഹുമാന്യനായ സാബു പാസ്റ്റർ, ആദരണീയ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ NB ബേബി അവറുകൾ, ബഹുമാന്യരായ സഹോദരങ്ങൾ, പാട്ടുപാടുന്ന കുഞ്ഞുങ്ങൾ, ഈ യോഗം ഇവിടെ സംഘടിപ്പിച്ച ഈ ഭവനം, ഇവിടെയുള്ള പ്രിയ സഹോദരൻ, മറ്റ് പ്രിയപ്പെട്ടവർ, ശബ്ദപരിധിക്കുള്ളിൽ സുവിശേഷം കേട്ടുകൊണ്ടിരിക്കുന്ന നല്ലവരായ ഗ്രാമവാസികൾ എല്ലാവരെയും ഓർത്ത് കർത്താവിനെ സ്തുതിക്കുകയും തുറന്നുള്ള സമയം ദൈവവചനത്തിൽ അധിഷ്ഠിതമായ ചിന്തകളും വിശകലനങ്ങൾക്കും വേണ്ടി വേർതിരിക്കേണ്ടതിനും പ്രാർത്ഥന പുരസ്സരം ഇവിടെ നിൽക്കുന്നു. ഒരു തിരുവചന ഭാഗം വായിച്ച് സഹായിക്കാൻ ഞാൻ അപേക്ഷിക്കുന്നു. വിശുദ്ധ പൗലോസ് ഗലാത്യർക്കെഴുതിയ ലേഖനം 6-ാം അധ്യായം അതിൻ്റെ 14-ാം വാക്യം. ഗലാത്യർ 6:14. എനിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശിൽ അല്ലാതെ പ്രശംസിക്കുവാൻ ഇടവരരുത്. ഒരു വേള പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ സുവിശേഷ യോഗം ഇന്ന് ഇവിടെ ആരംഭിക്കുന്നു. അങ്ങയുടെ പ്രവൃത്തിക്ക് ആരംഭമോ അവസാനമോ ഇല്ലല്ലോ. കാലാധിപത്യയായ അങ്ങയെക്കുറിച്ച് പറയാൻ ഞങ്ങൾക്ക് ലഭിക്കുന്ന നല്ല അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. ദൂരത്തും അരികിലും ഇരുന്ന് അങ്ങയുടെ വചനം കേൾക്കുന്ന എല്ലാ അങ്ങയുടെ മക്കൾക്കായി സ്തോത്രം. തിരുവെഴുത്തിൻ്റെ ശക്തി ഇന്ന് രാത്രി വെളിപ്പെടുത്തണമേ. വചനം എന്തൊക്കെ ഞങ്ങൾക്കായി കരുതി വച്ചിട്ടുണ്ടോ അതൊക്കെ നൽകിത്തന്നു ഞങ്ങളെ സഹായിക്കണമേ. പതിവായി ഇവിടെ നടന്നു വരുന്ന സുവിശേഷ ഘോഷണം ഈ ദേശത്തിൻ്റെ വിടുതലിന് അങ്ങ് ഹേതുവാക്കണമേ. പൈശാചിക ബന്ധനത്തിലകപ്പെട്ട ഇരുട്ടിൻ്റെ ആത്മാക്കൾ തടഞ്ഞു വച്ചിരിക്കുന്ന എല്ലാ ദുരൂഹതകളുടെ നടുവിലും ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് ചിലർ വിടുവിക്കപ്പെടുവാൻ യേശുക്രിസ്തുവിൻ നാമത്തിൽ ഞങ്ങൾ ഈ ഗ്രാമത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വചനത്തിലേക്ക് ഞങ്ങൾ കടക്കട്ടെ. അവിടുന്ന് പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശു കർത്താവിൻ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ. വളരെ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഈ സന്ദർഭത്തെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കും. ഇന്നിവിടെ വരും എന്ന് പ്രതീക്ഷിച്ച അത്ര ആളുകൾ വരാത്തതിൽ നിങ്ങൾക്കൊരു ദുഃഖം കാണുന്നു. അല്ല, എനിക്കങ്ങനെയില്ല. കാരണം മഴയാണെങ്കിലും നമുക്കൊരു യോഗം കൂടി യേശുവിനെ ഉയർത്താൻ ലഭിക്കുന്നത് സന്തോഷമാണ്. ഇത്തരമൊരു സന്ദർഭം ചില വർഷങ്ങൾക്കപ്പുറത്ത് ഞങ്ങൾ എങ്ങനെ പ്രയോജനപ്പെടുത്തി എന്നത് ഒരു നിമിഷം ഒന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങാം. വടശ്ശേരിക്കരയ്ക്കപ്പുറത്ത് IPCയുടെ ഒരു കൺവെൻഷനാണ്. അപ്പോൾ എൻ്റെ പക്കൽ ഒരു സൗണ്ട് സിസ്റ്റം വേറെയുണ്ട്. സാധാരണ അതുകൊണ്ടാണ് ഞാൻ പോകാറുള്ളത്. വണ്ടിക്കകത്ത് കാണും. അവിടെ ചിലപ്പോൾ കരണ്ട് പോയി, മറ്റു കുറേ പ്രയാസങ്ങളുണ്ടായി. ഒടുവിൽ ഇത് ഉപയോഗിച്ച് സംസാരിക്കുക. ഹാൻഡ് മൈക്കല്ല, ജനറേറ്റർ വേണം. ചെറിയ ജനറേറ്റർ മതി. അതുപയോഗിച്ച് സംസാരിക്കാൻ ശ്രമിച്ചപ്പോൾ ആ ജനറേറ്റർ വർക്ക് ചെയ്യാതായി. പിന്നെ മൈക്കില്ലാതെയാണ് ഒരു 250 പേരോട് അന്ന് പ്രസംഗിച്ചത്. അപ്പോൾ പല വിധത്തിലുള്ള പരിശീലനം ജീവിതത്തിലുള്ളത് കൊണ്ട് ഈ അനുഭവം ഒരു വേറിട്ട അനുഭവമായി കണ്ട് അനുഭവിക്കാനാണ് എനിക്ക് താല്പര്യം. തന്നെയല്ല, നാം ചിന്തിക്കുന്നതിനപ്പുറത്ത് ദൈവ പദ്ധതി വിശാലവും വലുതുമാണ്. അതുകൊണ്ട് ആദ്യം ദൈവത്തെ അനുസരിക്കാനാണ് നമ്മൾ പഠിക്കേണ്ടത്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഞാൻ ഈ വചനത്തിലേക്ക് ഒന്ന് കടക്കും മുമ്പ് ഒരു സാക്ഷ്യം പറഞ്ഞുകൊണ്ട് തുടങ്ങുന്നതാണ് ഏറ്റവും ഭംഗി എന്ന് കരുതുന്നു. ബഹുമാന്യ സാബു പാസ്റ്റർ ഒരു 15 കൊല്ലങ്ങൾക്കപ്പുറം മുതൽ ഞങ്ങൾ നല്ല സുഹൃത്തുക്കളാണ്. എന്നാൽ ഈ സഭയുടെ ശുശ്രൂഷകൻ ബഹുമാന്യനായ വേവിച്ചം പാസ്റ്ററുമായിട്ടുള്ള
എൻ്റെ ബന്ധങ്ങൾക്ക് വർഷങ്ങളുടെ പാരമ്പര്യമുണ്ട് എന്ന് പറയാം. അദ്ദേഹത്തിന് മക്കളൊക്കെ ജനിക്കും മുമ്പ് വിവാഹമൊക്കെ കഴിഞ്ഞ കാലയളവ് മുതൽ ഞങ്ങൾ അടുത്ത് ഇടപഴകുന്ന സഹോദരങ്ങളാണ് എന്ന് പറയുന്നതിൽ കർത്താവിനെ സ്തുതിക്കുന്നു. അതെല്ലാം ഉപരി സൗപാസ്റ്റർക്ക് വരെ ഒരു അത്ഭുതം തോന്നുന്ന ഒരു കഥ കൂടി പറഞ്ഞുകൊണ്ട് തുടങ്ങാം. എന്നെയും എൻ്റെ മാതാവിനെയും വിശ്വാസത്തിലേക്ക് നയിച്ചത് ബഹുമാനപ്പെട്ട കർത്താവിൻ്റെ ദാസൻ ബേബിച്ചൻ പാസ്റ്ററും പ്രിയ ലില്ലിക്കുട്ടി അമ്മാമ്മയുമാണ്. അവരിലൂടെയാണ് ഞങ്ങൾ യേശുവിനെ കേൾക്കുന്നത്, സുവിശേഷം അറിയുന്നത്. എന്നാൽ കാലം ഒത്തിരി കഴിഞ്ഞു, രണ്ടുപേരും ഞങ്ങളൊക്കെ പലയിടങ്ങളിലായി. ഞാനിൽ കൊടുത്തോട്ടെന്നൊക്കെ പാസ്റ്റർ കേൾക്കാറുണ്ട്, അത് ഞാനാണെന്നറിയില്ലായിരുന്നു. അങ്ങനെ ഒരിക്കൽ എൻ്റെ മുമ്പിൽ വന്നു പെട്ടു. അങ്ങനെ എനിക്കാളിനെ മനസ്സിലായി. എന്നെ അറിയുമോയെന്ന് ചോദിച്ചിട്ടും അറിയില്ല. കാരണം എന്നെ കാണുന്ന കാലത്ത് വയസ്സ് 11 എനിക്ക്. അപ്പോൾ ഇന്നും അഭിമാനത്തോടെ പറയാറുണ്ട്, 11ാം വയസ്സിലാണ് രക്ഷിക്കപ്പെടുന്നത്, 12ാം വയസ്സിലാണ് സ്നാനപ്പെടുന്നത്. ഞാൻ സ്നാനപ്പെടുമ്പോഴേക്ക് പാസ്റ്റർ അവിടുന്ന് സ്ഥലം മാറിയൊക്കെ പോന്നു. അങ്ങനെ നല്ലൊരു അനുഭവം കർത്തൃദാസനുമായിട്ട് ഇടപഴകാൻ കഴിഞ്ഞതിൽ കർത്താവിനെ സ്തുതിക്കുന്നു. എൻ്റെ അമ്മച്ചി നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു കർത്തൃദാസിയായിരുന്നു. പഠനത്തിലൊക്കെ മികവ് പുലർത്തുന്ന ഒരനുഭവമായിരുന്നു എൻ്റേത്. ഫസ്റ്റ് ക്ലാസ് സെക്കൻഡ് ക്ലാസ് വാങ്ങിയാണ് ഒരുതപ്പെട്ട പരീക്ഷകളൊക്കെ ജയിച്ചത്. പക്ഷേ എന്നിട്ടും കർത്താവിൻ്റെ വേല തിരഞ്ഞെടുക്കണമെന്ന കർശനമായ ഒരു ബോധം ഉള്ളിൽ തന്നത് അങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരമ്മയുടെ സമർപ്പണമായിരുന്നു എന്നതും നന്ദിയോടെ ഓർക്കുന്നു. 4 കൊല്ലങ്ങൾക്കപ്പുറത്ത് എൻ്റെ മാതാവ് കർത്തൃസന്നിധിയിൽ ചേർക്കപ്പെട്ടു. പ്രിയ മാതാവിൻ്റെ അവസാന കാലഘട്ടത്തിലെ ഒരു ആഗ്രഹമായിരുന്നു കർത്താവിൻ്റെ ദാസനെ കാണണം. അങ്ങനെ തേടിപ്പിടിച്ച് കർത്തൃദാസനെയും ദാസിയെയും കാണാനും ഒക്കെ അമ്മയ്ക്ക് ഭാഗ്യമുണ്ടായി. ഇന്ന് ഒരുമിച്ച് ഇവിടെ നിൽക്കാൻ കഴിഞ്ഞതിൽ എല്ലാ നന്ദിയും കർത്തൃസന്നിധിയിൽ അർപ്പിച്ചുകൊണ്ട് ഞാൻ വചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുകയാണ്. ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്ന ഇടത്ത് പ്രഥമ രാത്രിയിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. ഇത് പറഞ്ഞുകൊണ്ട് ആരംഭിക്കാം. ഞങ്ങളുടെ ഈ പ്രസംഗം ഏതെങ്കിലും ഒരു സമൂഹത്തിൻ്റെ, ഒരു മതത്തിൻ്റെ, ഒരു വിശ്വാസ സംഹിതയുടെ വിമർശനമോ ശരിതെറ്റുകളുടെ വിശകലനമോ അല്ല ആത്യന്തികമായിട്ട്. അതുകൊണ്ട് ക്രൈസ്തവരല്ലാത്ത സുഹൃത്തുക്കൾ ഈ പ്രസംഗം കേൾക്കുകയോ ഇതിലെ ചിന്തകൾ മനസ്സിലാക്കുകയോ ചെയ്യുമ്പോൾ ഒരു അന്യതാബോധം വേണ്ട. നിങ്ങൾക്ക് വേണ്ടി കൂടിയുള്ള ഒരു സന്ദേശമാണ്. അത് നിങ്ങളുടെ വിശ്വാസ ആചാരങ്ങൾ ഏതോ തെറ്റാണെന്ന് പറയാനോ അത് മോശമാണെന്ന് അപഹസിക്കാനോ ഒന്നുമല്ല ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അതൊന്നുമല്ല ഇവിടെ വിഷയം. മറിച്ച് ഏതൊരാൾക്കും, ഏത് കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്നവർക്കും, പ്രപഞ്ചത്തിലെ ഏത് മനുഷ്യനും ഒരുപോലെ പ്രസക്തവും സ്വീകാര്യവുമായ ഒരു സന്ദേശമാണ് സുവിശേഷം. ആ സുവിശേഷത്തിന് കാലമോ സാഹചര്യമോ വ്യക്തിയോ ഭാഷയോ വർണ്ണമോ വർഗമോ ഒന്നുമില്ല. ഏത് കാലഘട്ടത്തിലും ഏതളവിലും ഏത് നിലയിൽ നിൽക്കുന്ന ആളുകളോട് സംവാദിക്കുവാൻ സുവിശേഷത്തിന് സാധിക്കും, വിശുദ്ധ ബൈബിളിന് സാധിക്കും. അതുകൊണ്ട് ഞാൻ ഇത്തരം യോഗങ്ങളിൽ പ്രഥമ രാത്രിയിൽ നിർവഹിക്കുന്ന ഒരു ദൗത്യം സുവിശേഷം എന്നതിൽ ലളിതമായി സംസാരിക്കുക എന്നതാണ്. സുവിശേഷം എന്താണ് അതിൻ്റെ അർത്ഥം? അതെന്താണ് കാലത്തിന് കൊടുക്കുന്ന സന്ദേശം? അതെന്തിനാണ് നിങ്ങൾ കേൾക്കുന്നത്? അതിൻ്റെ ഉള്ളടക്കം എന്ന് ബോധ്യം വരാൻ അതിൻ്റെ പ്രതിപാദ്യമായ സംഭവങ്ങളെ മുഴുവൻ ക്രോഡീകരിച്ചിരിക്കുന്ന വിശുദ്ധ ബൈബിൾ എന്ന അതുല്യ ഗ്രന്ഥത്തിലേക്ക് നമുക്ക് അടുത്തു വരണം. വിശുദ്ധ ബൈബിളിൽ നിന്നാണ് നാം ഒരു വാക്യം വായിച്ചത്. ആ വാക്യത്തിൻ്റെ ഉള്ളടക്കം ഇങ്ങനെയായിരുന്നു, ഞാൻ ആവർത്തിക്കുന്നു. എനിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശിലല്ലാതെ പ്രശംസിക്കുവാൻ സംഗതി വരരുത്. അപ്പോൾ ഒരു വലിയ വിഷയം ഇതിൻ്റെ ഉള്ളിലുണ്ട്. നമ്മുടെ സമൂഹത്തിന് ആവശ്യമായിരുന്ന എത്രയെത്ര ആളുകൾ ദാരുണമായി വധിക്കപ്പെട്ടു. എബ്രഹാം ലിങ്കൺ വെടിയേറ്റ് മരിച്ചു. ജോൺ എഫ് കെന്നഡി വെടിയേറ്റ് മരിച്ചു. മഹാത്മജി വെടിയേറ്റ് മരിച്ചു.
ഭഗത് സിംഗ് തൂക്കിലേറ്റപ്പെട്ടു. സോക്രട്ടീസ് വിഷം കഴിച്ച് മരിക്കുവാൻ വിധിക്കപ്പെട്ടു. നാടുകടത്തപ്പെട്ടവർ, വിഷം കഴിച്ചു മരിക്കേണ്ടി വന്നവർ, വാളിൻ്റെ വായ്ത്തലയ്ക്ക് കൊല്ലപ്പെട്ടവർ, വീണ്ടും ദാരുണമായ അന്ത്യം ഭവിക്കത്തക്ക വിധം സമൂഹം തള്ളിക്കളഞ്ഞ 100 മഹാരഥന്മാർ നമ്മുടെ ലോകത്തുണ്ട്. അവരാരും തെറ്റുകാരായിരുന്നില്ല. സമൂഹത്തിന് ആവശ്യമായിരുന്നു സോക്രട്ടീസിനെ, സമൂഹത്തിന് ആവശ്യമായിരുന്നു മഹാത്മജിയെ, സമൂഹത്തിന് ആവശ്യമായിരുന്നു ബെഞ്ചമിൻ വലാസിനെ, സമൂഹത്തിന് ആവശ്യമായിരുന്നു മഹാരഥന്മാരായ ഈ ചിന്തകന്മാരെയൊക്കെ. എങ്കിൽ അവർ മരിക്കുമ്പോൾ നാം പറയാറുണ്ട് അതൊരു നഷ്ടമാണ്, അത് ദേശത്തിന് നഷ്ടമാണ്. അതങ്ങനെയാണ് വസ്തുത. അവരുടെ സംഭാവനകൾ വിലമതിക്കാനാവാത്തതാണ്, അതൊരു നഷ്ടമാണ്. അതുകൊണ്ട് കൊലക്കത്തിക്ക് അവരെ ഇരയാക്കിയ ആ മനുഷ്യൻ നമ്മുടെ മുമ്പിൽ ഒരു ക്രിമിനലാണ്. ആ മനുഷ്യനെ കൊല്ലാൻ ഉപയോഗിച്ച ആയുധം നമുക്കെന്നും തിന്മ നിറഞ്ഞൊരനുഭവമാണ്. അതുകൊണ്ട് ഗാന്ധിയൻ അനുഗാമികൾ ആരും തോക്കിനെ പൂജാവസ്തുവായി കാണുന്നില്ല, ആദരിക്കപ്പെടുന്ന വസ്തുവായി കാണുന്നില്ല. ഉലകത്തിലെ പല മഹാരഥന്മാരുടെയും കല്ലറകളൊക്കെ സന്ദർശിക്കുവാൻ എനിക്ക് അവസരമുണ്ടായിട്ടുണ്ട്. ഈജിപ്തിലെ പ്രസിദ്ധനായ ഒരു രാജാവുണ്ടായിരുന്നു, ഒരു പ്രസിഡന്റ് ഉണ്ടായിരുന്നു. അദ്ദേഹം വെടിയേറ്റു മരിച്ച ഇടത്തെ ആ രക്തം പുരണ്ട മണ്ണ്, അദ്ദേഹം അവസാനമായി ധരിച്ച കോട്ട്, അദ്ദേഹം അവസാനമായി ഉപയോഗിച്ച വിക്സിൻ്റെ ഗുളികകൾ, അതിൻ്റെ ആ കവർ ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഡബ്ബ, ഇതെല്ലാം ഇന്നും മ്യൂസിയത്തിൽ അലക്സാണ്ട്രിയയിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് നേരെ ആയുധം പ്രയോഗിച്ചവൻ്റെ ആയുധമോ വെടിയുണ്ടയുടെ തിരയോ ഒരിക്കലും വിശുദ്ധ വസ്തുവായി സൂക്ഷിച്ചിട്ടില്ല. മഹാത്മജി വെടിയേറ്റു മരിച്ച ഇടവും അദ്ദേഹം ഹയരേയം എന്ന് പറഞ്ഞുകൊണ്ട് താഴെ വീഴുമ്പോൾ ചൊരിയപ്പെട്ട ചോരയുടെ ഭാഗങ്ങളുമൊക്കെ അടയാളപ്പെടുത്തി വെച്ചിട്ട് അത് ദേശീയ സ്മാരകങ്ങളുടെ ഭാഗമായി സൂക്ഷിച്ചിട്ടുണ്ട്. എന്നാൽ അദ്ദേഹം വെടിയേറ്റു മരിച്ച ഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ശരീരം തുളച്ച് പുറത്തെടുത്ത വെടിയുണ്ടയോ, അദ്ദേഹത്തെ ആക്രമിക്കാൻ ഉപയോഗിച്ച തോക്കോ നമുക്കെന്നും ഒരു പ്രതിസന്ധിയുടെ വസ്തുവാണ്. അത് കാണുമ്പോൾ വേണ്ടപ്പെട്ടൊരു മനുഷ്യന്, ആദരിക്കപ്പെടേണ്ട ഒരു മനുഷ്യന് മരണം വിധിയെഴുതിയ ലോകത്തിൻ്റെ വ്യവസ്ഥകളോട് നമുക്കൊരു കലഹമോ സങ്കടമോ ഒരു വിരോധമോ ധാർമ്മിക രോഷമോ തോന്നാം. പക്ഷേ ഇവിടെ ഇത് അപ്പോസ്തലൻ വിപരീത ദിശയിൽ ഒരു കാര്യം പ്രഖ്യാപിക്കുന്നു. യേശു ക്രൂശിക്കപ്പെട്ടെങ്കിൽ ആ ക്രൂശ് നോക്കിക്കൊണ്ട് പറയുക, ആ ക്രൂശ് ഞങ്ങൾക്ക് പ്രശംസാ വസ്തുവാണ്. ആ ക്രൂശ് ഒഴികെ ഒന്നിലും പ്രശംസിക്കുവാൻ ഞങ്ങൾക്ക് ഇടവരാതിരിക്കട്ടെ. ആ ക്രൂശ് എങ്ങനെയാണ് പ്രശംസയാകുന്നത്? മാരകമായ മരണം ലോകത്തിലെ ക്രിമിനലുകൾക്ക് വിധിയെഴുതിയ ആ മരക്കുരിശ് നോക്കിക്കൊണ്ട് പൗലോസ് എന്ന ഉന്നത ദാർശനികൻ, ഉന്നത ചിന്തകൻ ഇത്ര ആത്മാഭിമാനത്തോടെ പറയുക, ഈ ക്രൂശ് എനിക്ക് പ്രശംസയാണെന്ന് പറയുമ്പോൾ അത് ലംബവും തിരശ്ചീനവുമായി ഇണച്ചു കെട്ടിയിരിക്കുന്ന മരക്കമ്പുകളെ നോക്കി, സിമന്റിൽ തീർത്തൊരു കുരിശിനെ നോക്കിക്കൊണ്ട് വിളിച്ചു പറയുകയല്ല. ആ ക്രൂശിൽ ഉലകത്തിൽ ഇതുവരെ കണ്ടതിൽ ഏറ്റവും ശ്രേഷ്ഠവും അനിവാര്യവുമായ ഒരു സംഭവം നടന്നപ്പോൾ മരണത്തിനും മരണം വിധിയെഴുതുന്ന ജീവന്റെ അപ്പമായവൻ തകർക്കപ്പെടുന്ന കാഴ്ച കണ്ടിട്ട് അർത്ഥസഹിതമായ ആ മരണത്തിന്റെ അർത്ഥതലങ്ങളെ വിവക്ഷിച്ചുകൊണ്ട് അപ്പോസ്തലൻ പറയുക, എനിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിൽ അല്ലാതെ പ്രശംസിക്കുവാൻ ഇടവരരുത്. മുഴു മാനവരാശിയുടെയും പാപത്തിന്റെ പ്രായശ്ചിത്തത്തിനായി ഇന്നേക്ക് 2000 ആണ്ടുകൾക്കപ്പുറത്ത് കാൽവരി കൊലമരത്തിൽ പ്രാണനെ യാഗമാക്കി തീർത്ത കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശും അവിടുത്തെ അന്ത്യനിമിഷങ്ങളും അവിടുത്തെ പ്രായശ്ചിത്ത ബലിയും ഉത്കൃഷ്ടമായ ഒരു അനുഭവമായി ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഈ ശബ്ദം കേൾക്കുന്ന ഏവർക്കും സുവിശേഷത്തിന്റെ ആ ലളിത സാരാംശം ഞങ്ങൾ ഇങ്ങനെ ഉദ്ഘോഷിക്കട്ടെ. മറ്റൊരുത്തലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ആ സുവിശേഷത്തെ ആലേഖനം ചെയ്തു വച്ചിരിക്കുന്ന ബൈബിളിലൂടെ നമുക്ക് ഒന്ന് യാത്ര ചെയ്ത് തുടങ്ങാം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. എന്താണത്? ബൈബിൾ എന്നത് 66 പുസ്തകങ്ങളുടെ ഒരു സമാഹാരമാണ്. 66 പുസ്തകങ്ങളുള്ള ബൈബിൾ 2 ഭാഗങ്ങളായി വിഭജിക്കപ്പെട്ടിരിക്കുന്നു. അതിൻ്റെ പൂർവഭാഗം അഥവാ ആമുഖഭാഗം പഴയ നിയമം എന്ന് നമ്മൾ വിളിക്കും. വാസ്തവത്തിൽ അങ്ങനെ വിളിക്കുന്നത് സാങ്കേതികമാണ്, പുതിയതൊന്ന് വന്നതുകൊണ്ട് പഴയതെന്ന് പറയുന്നതാണ്. അങ്ങനെയാണ്. 2 പുതിയ നിയമം എന്ന് പറയുന്ന ഉത്തരഭാഗം. ആമുഖ ഭാഗത്ത് 39 പുസ്തകങ്ങളെങ്കിൽ ഒടുവിൽ 27 പുസ്തകങ്ങൾ. രണ്ടും ചേരുന്ന 66 പുസ്തകങ്ങളുള്ള ഈ കൃതിയുടെ ഒരു സവിശേഷത,
ഇതുപോലെ ഒരു കൃതിയും ലോകത്തുണ്ടായിട്ടില്ല എന്നതാണ്. കാരണം ഒരാൾ ഒറ്റ ഇരിപ്പിൽ ഇരുന്ന് എഴുതി തീർത്തതോ ഒരു കുടുംബാംഗങ്ങളോ കൂട്ടുകാരോ ഒത്തൊരുമിച്ച് കൂടിയിരുന്ന് എഴുതിയതോ ആയ ഒരു കൃതിയല്ല. മറിച്ച് 1500-ലധികം വർഷമെടുത്തു ബൈബിൾ എഴുതി ക്രോഡീകരിക്കാൻ, വേദപുസ്തക ചിന്തകൾ എഴുതാൻ, അതിലെ ഈ വിഷയങ്ങളെ ഇങ്ങനെ ആലേഖനം ചെയ്തു വെക്കാൻ. പഴയ നിയമം എന്നറിയപ്പെടുന്ന 39 പുസ്തകങ്ങൾക്ക് വേണ്ടി 32 എഴുത്തുകാരുടെ അധ്വാനമുണ്ടായെങ്കിൽ പുതുനിയമത്തിലെ 27 പുസ്തകങ്ങൾ എഴുതാൻ 8 എഴുത്തുകാർ ആവശ്യമായി വന്നു. അങ്ങനെ 40 എഴുത്തുകാർ, 3 കോണ്ടിനെന്റുകൾ, 1500 വർഷങ്ങൾ, 3 ഭാഷകൾ, ഇത്ര ഉപയോഗിച്ചുകൊണ്ടാണ് ഈ തിരുവെഴുത്ത് രേഖപ്പെടുത്തുന്നത്. ഇന്ന് ശുദ്ധമായൊരു ബൈബിൾ നമുക്ക് പ്രിൻ്റ് ചെയ്യപ്പെട്ട വിധത്തിൽ കയ്യിലുണ്ട്. നിങ്ങളൊക്കെ മൊബൈലിൽ ബൈബിളുണ്ട്. പക്ഷേ ഇതിൻ്റെ ആദ്യകാല എഴുത്ത് ഈജിപ്തിൽ മാത്രം കിട്ടുന്ന പാപ്പിറസ് എന്നറിയപ്പെടുന്ന ഒരുതരം ചെടിയുടെ തണ്ട് ചതച്ചെടുത്ത പൾപ്പിലാണ് ആദ്യത്തെ എഴുത്ത്. പിൽക്കാലത്ത് മൃഗങ്ങളുടെ തോലുകൾ എഴുതാൻ ഉപയോഗിച്ചിരുന്നു. കരി ഓയിൽ പോലെയുള്ള വസ്തുക്കൾ കൊണ്ട് നാരായമുനയിൽ അത് മുക്കിക്കൊണ്ട് എഴുതുന്ന പതിവുണ്ടായിരുന്നു. ഓട്ട് കഷണങ്ങളിൽ ആദ്യകാലത്ത് എഴുതുന്ന പതിവുണ്ടായിരുന്നു. അങ്ങനെ ഓട്ട് കഷണങ്ങളിൽ, മരത്തടിയിൽ, കളിമൺ ഫലകങ്ങളിൽ, ചുണ്ണാമ്പ് കല്ലുകൊണ്ട് ഒക്കെ വിവിധ രൂപത്തിലും ഭാവത്തിലും പാപ്പിറസും പാർച്ച്മെൻസും ഒക്കെ കൊണ്ട് ഉപയോഗിച്ചെഴുതിയ 1500 വർഷങ്ങൾ വേണ്ടിവന്ന ഈ കൃതി അക്കാലത്ത് ഒരുവന് ഒറ്റയ്ക്ക് എടുക്കാൻ സാധിക്കില്ല. കാരണം ഇത്രയും വിശാലമായ വസ്തുക്കളിൽ എഴുതി വലിയ പരമ്പ് പോലെ ചുരുട്ടി 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 വെക്കും. അതുകൊണ്ട് പള്ളിയിൽ തന്നെ പലരും ഇത് വെച്ചിട്ട് അത്യാവശ്യം ചില ചുരുളുകളാണ് വീട്ടിൽ കൊണ്ടുപോകുന്നത്. അങ്ങനെയൊക്കെ ആയിരുന്നു ഈ പുസ്തകം. ഈ പുസ്തകത്തിന് എഴുതാൻ 3 ഭാഷകളാണ് വേണ്ടി വന്നത്. അതിൻ്റെ ആരംഭ ഭാഗമാകുന്ന പഴയ നിയമം എഴുതാൻ വേണ്ടി വന്ന ഭാഷ എബ്രായ അഥവാ ഹീബ്രു ആണ്. ഈ ഹീബ്രു അന്നും ഇന്നും താരതമ്യേന ഒരു ദരിദ്ര ഭാഷയാണ്. എന്താ ദരിദ്ര ഭാഷയെന്ന് പറഞ്ഞാൽ? സാമ്പത്തികം ഇല്ലാത്ത ആളുകളുടെ ആണോ? അല്ല. അക്ഷരം തീരെ കുറവ്, വ്യാകരണ നിയമങ്ങൾ തീരെ കുറവ്, വാക്കുകൾ തീരെ കുറവ്. നമ്മുടെ ഭാഷയിലൊക്കെ 52 52 അക്ഷരമുണ്ട്. 52 അക്ഷരം, 56 കുറേ അക്ഷരമൊക്കെ പോയി. ഇലു ഇതൊക്കെ കളഞ്ഞു. കൗൺസിൽ കൂടി അക്ഷരം ഒത്തിരി കളഞ്ഞു. അതാ കാരണന്മാരുണ്ടാക്കിയ പല നന്മയും നമ്മൾ വെട്ടി കളയാനല്ലാതെ പുതിയതൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. നമ്മളിപ്പോൾ ഈ ഹൈവേ എന്ന് പറയുമല്ലോ, എവിടാ താമസം? ഹൈവേയുടെ അരികിലാണ്. ഹൈവേ എന്ന് പറഞ്ഞാൽ എന്താ? പണ്ട് സായിപ്പ് വെട്ടിയ റോഡാണ്. ആ റോഡിൻ്റെ നടുക്ക് കുമ്മായം കലക്കി ഒരു വരയിട്ടേച്ച് നമ്മൾ പറയാണ് ഇതാണ് ഹൈവേ. ഇത് UK ഉള്ള സൗരന്മാർ വന്നിട്ടുണ്ട്, ചോദിച്ചു ഇതാണോ ഹൈവേ എന്ന് ചോദിച്ചു നോക്ക്. സായിപ്പ് ഇത് കണ്ടാൽ ചിരിക്കും. പഴയ റോഡിൻ്റെ നടുക്ക് കുമ്മായം കലക്കി ഒരു വര. അപ്പോൾ ഈ അക്ഷരം പലത് പോയി. പക്ഷെ നമ്മുടെ മലയാളം റിച്ചായൊരു ഭാഷയാണ്, ഒരു സമ്പന്ന ഭാഷയാണ്. ധാരാളം വാക്കുകൾ, ധാരാളം വ്യാകരണ സങ്കീർണത, വലിയൊരു ഭാഷയാണ്. അതുകൊണ്ട് ഒരുതപ്പെട്ടൊന്നും ഈ ഭാഷ വഴങ്ങില്ല. അതാണ് നമ്മുടെ ഭാഷയുടെ ഗുണം. ആ ഭാഷയുടെ ഗൗരവം അറിയാൻ നമ്മൾ തൊട്ടടുത്ത റെയിൽവേ സ്റ്റേഷനിൽ ചെന്നാൽ മതി. 3 ഭാഷയിലുള്ള അനൗൺസ്മെൻറ്റ് കേൾക്കാം ചങ്ങനാശ്ശേരിയിൽ. ഇംഗ്ലീഷിൽ പറയുന്നത് എത്ര ഇതാണ്? പാസഞ്ചേഴ്സ് അറ്റൻഷൻ പ്ലീസ്, അല്ലേ? യാത്രക്കാർ ദയവായി ശ്രദ്ധിച്ചാലും. ഹിന്ദിയിൽ കേട്ടാട്ട് എനിക്ക് ഹിന്ദി അറിഞ്ഞുകൂടാ. പക്ഷേ ആ ഹിന്ദിയുടെ ശൈലി കേട്ടാൽ അതിലൊരു ആദരവിൻ്റെ പ്രതീകമാണ്, അല്ലേ? യാത്രികർ ശ്രദ്ധിച്ചാലും എന്നർത്ഥത്തിലാണ്. മലയാളത്തിൽ ഈ ദയവായി ശ്രദ്ധിച്ചാലൊന്നൊന്നുമില്ല. യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് വണ്ടി വരും, വേണേ കയറി പോക്കണം. അതാണ് നമ്മുടെ ആ ഭാഷയുടെ ഒരു. ഇപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ഈ ഭാഷ കലഹിക്കാൻ, ഇമ്പറേറ്റീവ് മൂടി പ്രയോഗിക്കാൻ, കമാൻഡ് അതിനൊക്കെ കൊള്ളാവുന്നൊരു ഭാഷയാണ്. അതുകൊണ്ട് മോശമായിട്ട് ആരും ഭാഷ ഉപയോഗിക്കരുതെന്ന് കൂടി പറയാം. എന്നാൽ ബൈബിൾ എഴുതിയ എബ്രായ ഭാഷയുടെ പ്രത്യേകത 22 അക്ഷരങ്ങളാണ്. 22 അക്ഷരങ്ങളും 10,000-ൽ താഴെ മാത്രം വാക്കുകളും ഉള്ള ഈ ഭാഷ എഴുതുന്നത് വലത്ത് നിന്ന് ഇടത്തോട്ടാണ്. അറബിയുടെ ഒക്കെ കുടുംബമാണ്. അറബിയേക്കാൾ പ്രാചീനമാണ് എബ്രായ എന്ന ഹീബ്രു. അങ്ങനെ 22 അക്ഷരങ്ങളും 10,000-ൽ താഴെ വാക്കുകളും, ഭൂതകാലവും ഭാവി കാലവും വർത്തമാനകാലവും ഒന്നും ഇല്ലാത്തൊരു ഭാഷ. ഇതാണ് ആ ഭാഷയുടെ പ്രത്യേകത. ഇതിലാണ് പഴയ നിയമം എഴുതുന്നത്, 39 പുസ്തകം എഴുതുന്നത്. ഇനി പുതിയ നിയമം നേരെ തിരിച്ചാണ്. അത് സമ്പന്നമായൊരു ഭാഷയിൽ എഴുതുക. സമ്പന്നമായൊരു ഭാഷ, പദസമ്പത്തേറെ, വ്യാകരണ നിയമങ്ങൾ കടുകട്ടി, ചിന്തകന്മാർ ഉപയോഗിച്ചു വന്ന ഭാഷ, ഗണിതശാസ്ത്രജ്ഞന്മാർ ഉപയോഗിച്ചു വന്ന ഭാഷ, ചരിത്രകാരന്മാർ ഉപയോഗിച്ചു വന്ന ഭാഷ,
ഏതൻസിലെ കവികൾ കവിത എഴുതാൻ ഉപയോഗിച്ച ഭാഷ, സോക്രട്ടീസ് പ്രസംഗിക്കാൻ ഉപയോഗിച്ച ഭാഷ, പ്ലേറ്റോ കൃതികൾ രേഖപ്പെടുത്താൻ ഉപയോഗിച്ച ഭാഷ, അരിസ്റ്റോട്ടിൽ തൻ്റെ ശിഷ്യനായ അലക്സാണ്ടറെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ ഉപയോഗിച്ച ഭാഷ, പൈതാഗോറസിൻ്റെ ഭാഷ, 2πr പൈആർ സ്ക്വയർഡും ഒക്കെ കുട്ടികൾ പഠിക്കുമല്ലോ. ആൽഫാബീറ്റ കണങ്ങളെക്കുറിച്ച് പഠിക്കുമല്ലോ. V=F ലാംഡ എന്നൊക്കെ പഠിക്കുമല്ലോ. ഇതൊക്കെ ഉരുത്തിരിഞ്ഞു വന്ന രാജ്യത്തിൻ്റെ പേരാണ് ഗ്രീസ്. ആ ഗ്രീക്കുകാരുടെ ഭാഷയാണ് യവനായ എന്ന് മലയാളം ബൈബിളിൽ പറയുന്ന ഗ്രീക്ക്. ഗ്രീക്കിൻ്റെ പ്രത്യേകത 2 ലക്ഷത്തിൽ പരം വാക്കുകൾ, 24 അക്ഷരങ്ങൾ. 24 അക്ഷരങ്ങളും 2 ലക്ഷത്തിൽ പരം വാക്കുകളും കൊണ്ടാണ് പുതുനിയമത്തിലെ 27 കൃതികൾ എഴുതിയതെങ്കിൽ ഇത് രണ്ടിലും പെടാത്ത മറ്റൊരു ഭാഷയുണ്ട്. ആ ഭാഷ അരാമിക്കാണ്. ആ ഭാഷ യഹൂദനോട് സംസാരിക്കാൻ ഉപയോഗിക്കുന്ന അരമായിക്കാണ്. അരാമിക്ക് എന്നും പറയാം. നമ്മൾ കേട്ടുവരുന്ന സുറിയാനി ഒക്കെ ഈ അരാമിക്കിൻ്റെ ഒരു പരിഷ്കൃതവും വ്യത്യസ്തവുമായ രൂപമാണ്. ചുരുക്കത്തിൽ ഈ 2 ഭാഷകളിലാണ് പഴയ നിയമം എഴുതിയത്. യേശു പ്രസംഗിച്ചത് അരമായിക്കിലാണ്. എന്താ മനസ്സിലായി? നല്ല അടുത്തോടെ കേട്ടോ. ഈ ബൈബിള് ഇത്രയും പ്രചാരമൊന്നും വരേണ്ട ഒരു കൃതിയായിരുന്നില്ല. കാരം വെച്ചു നോക്കിയാൽ 120 മൈൽ വരുന്ന പാലസ്തീനിയായുടെ പരിധി വിട്ടൊരിക്കലും പുറത്തു പോകാത്തവൻ്റെ പേര് യേശു. 120 മൈൽ വിസ്തൃതി വരുന്ന പാലസ്തീനിയയിലെ ഗലീലിയ എന്നറിയപ്പെടുന്ന കുഗ്രാമങ്ങളിൽ 20ഓളം വരുന്ന ചെറുപട്ടണങ്ങളെ മുഴുവൻ ഇളക്കിമറിച്ചുകൊണ്ട് യേശു പ്രസംഗിക്കുമ്പോൾ ഉപയോഗിച്ച ഭാഷ സമ്പന്നമല്ലാത്ത ലളിതമായ ഒരു അരാമിക്. ആ അരാമിക്കിൽ യേശു പ്രസംഗിച്ചത് വലിയ തത്വചിന്തയല്ല, മനുഷ്യന് മനസ്സിലാകാത്ത കാര്യങ്ങളല്ല. അത് വ്യാഖ്യാനിച്ചു തരാൻ എന്നെപ്പോലെ പ്രസംഗകൻ്റെ ആവശ്യമില്ല. അത് പഠിപ്പിച്ചു തരാൻ നമ്മുടെ ഏതെങ്കിലും ഒരു അച്ഛൻ്റെയോ പാസ്റ്ററുടെയോ സ്വാധീനതയോ ഏതെങ്കിലും പഠനമോ ആവശ്യമില്ല. മറിച്ച് നിഷ്കളങ്കമായി നിഷ്പക്ഷമായി വായിക്കാൻ മനസ്സുള്ള ഏതൊരാൾക്കും ഹൃദയത്തിന് മനസ്സിലാകുന്നൊരു ഭാഷയിലാണ് ബൈബിളിൻ്റെ എഴുത്ത്. അതുകൊണ്ട് ഒരു ദിവസം അവർ കാവർന്നഹൂമിൽ ചെന്നാറേ എന്ന് വായിച്ചു കഴിഞ്ഞാൽ ഒരു സ്ഥലത്ത് യേശു ചെന്നു. അത്ര ലളിതമാണ്. വഴിയരികിൽ ഒരു കുരുടനെ കണ്ടു. യഹോവിലേക്ക് പോകുമ്പോൾ ആ കുരുടനവനെ വിളിച്ചു, യേശുവേ ദാവീദ് പുത്ര. ഇതൊക്കെ വ്യാഖ്യാനിക്കേണ്ട ആവശ്യമുണ്ടോ? ഏതൊരാൾക്കും എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയും വിധം ഏറ്റവും ചെറിയ ഒരു ഭാഷയിൽ ഒരു ചെറിയ ജനത്തോട് പാലസ്തീനിയ വിട്ട് പോകാത്ത ക്രിസ്തു ആ ഭാഷയിൽ പ്രസംഗിച്ചു. യേശു കർത്താവ് ഒരു പുസ്തകം എഴുതിയിട്ടില്ല. യേശു കർത്താവ് ഒരു സ്ഥാപനം രജിസ്റ്റർ ചെയ്തുണ്ടാക്കിയില്ല. യേശുവിനൊരു ഹെഡ് ക്വാർട്ടേഴ്സ് ഇല്ല. യേശുവിന് ലെറ്റർപാടും സീലും അനുഗാമികൾ ഏതെങ്കിലും വിധത്തിൽ കൊടുക്കുന്ന മറ്റ് പാരിതോഷികങ്ങളോ അംഗീകാരങ്ങളോ സ്വീകാര്യതകളോ ഇല്ല. യേശു കർത്താവ് പ്രസംഗിച്ചത് പരിമിത ഭാഷയിൽ. ആ ശബ്ദം കേൾക്കാൻ കൂടി വന്നത് 10-12 പേരായ ബേത്സയിദ കടൽക്കരയിലെ മുക്കുവന്മാർ, ചുങ്കം പിരിക്കുന്ന ആളുകൾ, ആട്ടിടയന്മാർ. ഇവരിൽ നിന്ന് അരിച്ചെടുത്ത് കിട്ടിയത് 12 പേരെ. ആ കൂടെ കാര്യമായ പഠിപ്പുള്ള 2 പേര് കാണും. ബാക്കി ആളുകളെല്ലാം ഇല്ലിട്രേറ്റാണ്. മത്തായിയെ പോലുള്ള ചിലർക്ക് ചുങ്കം പിരിവുകാരനായതുകൊണ്ട് കണക്കെഴുതിയൊക്കെ ശീലമുണ്ട്. അതിനപ്പുറത്ത് കാര്യമായ അറിവുകളുള്ളവരല്ല. അപ്പോൾ ഈ മാർഗം എവിടെ വരെ പോകും? ഈ മാർഗത്തിന് പാലസ്തീനിയ വിട്ട് പുറത്ത് കിടക്കാൻ എന്താണ് സംഗതി? ഏതെങ്കിലും ഒരു സാധ്യതയുണ്ടോ? ഒരു സാധ്യതയുമില്ലെങ്കിൽ, ഒരിക്കൽ പോലും ഒരു പാട്ടെഴുതിയിട്ടില്ലാത്തവനാണ് യേശുവെങ്കിൽ ഉലകത്തിൽ ഏറ്റവും അധികം പാട്ടുണ്ടായത് യേശുവിനെ കുറിച്ചാണ്. ഒരിക്കൽ പോലും ഒരു കൃതി ചമച്ചിട്ടില്ലാത്തവൻ യേശുവെങ്കിൽ ലോകത്തിലേറ്റവും അധികം കൃതി ചമയ്ക്കപ്പെട്ടത് യേശുവിനെ കുറിച്ചാണ്. ലോകത്തേറ്റവും അധികം പ്രസംഗം നടന്നത് യേശുവിനെ കുറിച്ചാണ്. ലോകത്തേറ്റവും അധികം ആളുകൾ ആരാധിക്കുന്ന യുഗപുരുഷന്റെ പേര് യേശുവെന്നാണെങ്കിൽ എന്താണ് ഇതിന്റെ മാനദണ്ഡം? നിങ്ങളിൽ നല്ല പ്രവൃത്തിയെ ആരംഭിച്ചവൻ യേശുക്രിസ്തുവിന്റെ നാളോളം അതിനെ തികയ്ക്കുമെന്ന് ഉറപ്പിച്ചുകൊണ്ട് അപ്പോസ്തലൻ സ്ഥിരീകരിച്ചു പറയത്തക്ക വിധം പ്രപഞ്ചത്തിന്റെ 5 വൻകരകളിലും ഒരുപോലെ അലയടിക്കുന്ന ഉജ്ജ്വല നാമമാണ് യേശുക്രിസ്തുവെങ്കിൽ ഇന്ന് രാത്രി കർത്താവിന്റെ രക്ഷിതാവുമായി ബഹുജനങ്ങളുടെ മധ്യേ ഞങ്ങളെ ഉയർത്തിക്കാട്ടിക്കൊണ്ട് പറയാം, ഇവന് തുല്യനായി ഉലകത്തിൽ ആരുമില്ല. അവന്റെ പ്രവൃത്തിക്കും അവന്റെ ശബ്ദത്തിനും അവന്റെ ആധികാരികതയ്ക്കും മുമ്പിൽ മുട്ടുമടക്കാത്ത വ്യക്തി ജീവിതങ്ങളില്ല. അവന്റെ മുമ്പിൽ ഇളകാത്ത കുന്നുകളില്ല. അവന്റെ മുമ്പിൽ അടർന്നു വീഴാത്ത വടവൃക്ഷങ്ങളില്ല. അവന്റെ മുമ്പിൽ തകരാത്ത ഉഗ്രപ്രതാപങ്ങളില്ല. ഏത് ദുഷ്ടപോരികളുടെ മീതെയും ജയമെടുക്കുന്ന ദൈവപുത്രനായ ക്രിസ്തുവിനെ ഒരിക്കൽ കൂടി ഉയർത്തിക്കാട്ടിക്കൊണ്ട് ഈ ദേശത്തിന്റെ മുമ്പായി അവതരിപ്പിച്ച് ഞങ്ങൾ വീണ്ടും ആവർത്തിക്കുന്നു, മറ്റൊരുവരിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേയൊരു നാമം കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമം.
ഹല്ലേലൂയ, സ്തോത്രം. ഇത് പറയുമ്പോൾ ലോകത്തേറ്റവും അധികം പ്രതിസന്ധി അനുഭവിച്ച കൃതിയും ഈ ബൈബിളാണ്. ഇത് പ്രസംഗിക്കാൻ, ഇത് പഠിപ്പിക്കാൻ, ഇത് പ്രചരിപ്പിക്കാൻ, ഇതിൻ്റെ എഴുത്തുകാരായിരിക്കാൻ ഇന്നും കഴിയാത്ത വിധം ലോകം വല്ലാതെ ഇടുങ്ങിയിരിക്കുന്നൊരു കാലമാണ്. ലോകത്തേറ്റവും അധികം ഉപദ്രവിക്കപ്പെട്ട മാർഗം യേശുവിൻ്റെ മാർഗമാണ്. കഴിഞ്ഞ 2000 ആണ്ടുകളുടെ ചരിത്രം പരിശോധിച്ചാൽ ഞങ്ങൾക്ക് ആദ്യമായി ഒരു രക്തസാക്ഷി ഉണ്ടായി. ആ രക്തസാക്ഷി യെരൂശലേമിൻ്റെ തെരുവീഥിയിൽ യേശുവിനെ കുറിച്ച് പ്രസംഗിച്ചപ്പോൾ മതമേധാവിത്വം കല്ലെടുത്തു. ആദ്യത്തെ ഏറുകൊണ്ട് പുരോഹിതൻ ഞങ്ങളുടെ ആദ്യത്തെ പ്രഭാഷകനെ കല്ലെറിഞ്ഞു താഴെ വീഴിച്ചു. പേര് സ്തെഫാനോസ്. സ്തെഫാനോസ് ഏറുകൊണ്ട് മരണം വരിച്ചാരംഭിച്ച ഈ മാർഗം അന്ന് മുതൽ മരിച്ചു മരിച്ചു ജയിച്ച മാർഗമാണ്. കല്ലെടുത്തെറിയാൻ വരുന്നവന്റെ മുമ്പിൽ, കരവാളേന്തി തലയെറുക്കാൻ വരുന്നവന്റെ മുമ്പിൽ, കൊലക്കത്തിയുമായി എടുത്തു വരുന്നതിന് മുമ്പിൽ, മാരക സ്ഫോടക വസ്തുക്കളും കൊണ്ട് എറിയാൻ വരുന്നവന്റെ മുമ്പിൽ ഒരിക്കലും തിരിച്ചടിക്കാതെ, ആയുധം കയ്യിലെടുക്കാതെ, കയ്യിൽ ആയുധം രാഗിമിനുക്കി മുറിവേൽപ്പിച്ച് തകർക്കാൻ വരുന്നവനെയും കരം നീട്ടി സ്വീകരിക്കുന്ന ഉലകത്തിലെ ഒരേ ഒരു മാർഗമുണ്ടെങ്കിൽ അത് കർത്താവായ യേശുക്രിസ്തുവിന്റെ മാർഗമാണ്, സുവിശേഷത്തിന്റെ മാർഗമാണ്. ആയുധമെടുക്കാതെ പ്രപഞ്ചത്തിന്റെ 5 വൻകരകളിലും പടർന്നു പന്തലിക്കുന്ന ഈ അതുല്യ നാമത്തെ സ്തുതിക്കാൻ കഴിയുന്നത് ജീവിതത്തിൻ്റെ എത്ര വലിയ ഭാഗ്യം. പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ച ഒരു ദൈവമുണ്ട് എന്ന യാഥാർത്ഥ്യം ഉലകത്തോട് പ്രസ്താവിക്കുമ്പോൾ ആ ദൈവത്തെക്കുറിച്ച് പ്രസംഗിക്കാൻ ഞങ്ങൾക്ക് ആയുധത്തിൻ്റെ ആവശ്യമില്ല. ആ ദൈവത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്തുവാൻ ഞങ്ങൾക്ക് മറ്റൊരുവനെ മുറിവേൽപ്പിക്കേണ്ട ആവശ്യമില്ല. ഞങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തിന് വിലപിടിപ്പുള്ളത് അന്യന്റെ ചോര എന്ന് വിശ്വസിക്കാൻ ഞങ്ങൾക്ക് ആഗ്രഹമില്ല. ഹല്ലേലൂയ. മാത്രമല്ല, പ്രാണൻ വെടിയേണ്ടി വന്നാലും ജീവരക്തം അർപ്പിക്കേണ്ടി വന്നാലും യേശുവിനെ തള്ളിക്കളയാത്ത 1-2 പേരെയല്ല, ജനലക്ഷങ്ങളെ കൊണ്ട് മലീമസമായ ഒരു ചരിത്രത്തിന്റെ പിന്നാമ്പുറങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാകും. അവരുടെ ജീവരത്നം ഭൂമിയിൽ വീണപ്പോൾ ലോകചരിത്രം മലീമസമായെങ്കിൽ യേശുവിന്റെ ചരിത്രം കൂടുതൽ കൂടുതൽ അഭിവൃദ്ധിപ്പെട്ടു. എന്തേ കാര്യം? ഇന്നും ആയിരങ്ങൾ മരിച്ചു വീഴുന്ന മാർഗം യേശുക്രിസ്തുവിൻ്റെ സുവിശേഷമാണ്. ഹല്ലേലൂയ. അപ്പോൾ അതൊരു അഭിമാനകരമായ കാര്യമല്ലേ? ആരെയും കൊല്ലാതെ, ആരെയും ഉപദ്രവിക്കാതെ, ഒരു മനുഷ്യനെയും ദ്രോഹിക്കാതെ, കയ്യിൽ കരവാളം എന്തിക്കൊണ്ട് തലകറുത്തു മാറ്റാൻ വരുന്നവനെയും കരം നീട്ടി സ്വീകരിക്കുന്ന ഈ മാർഗം പോലെ ഉലകത്തിലൊരു മാർഗമുണ്ടോ? ഇത്രയും പവിത്രമായൊരു മാർഗമുണ്ടോ? വൈരാഗ്യം തോന്നാത്ത മാർഗം, ആയുധമെടുത്തു വരുന്നവനെയും നോക്കിക്കൊണ്ട് സ്നേഹിതാ, യേശു നിന്നെ സ്നേഹിക്കുന്നെന്ന് പറയാൻ ഞങ്ങളെ പ്രേരിപ്പിച്ച അതുല്യ കൃതിയുടെ പേരാണ് ബൈബിളെങ്കിൽ ഈ പുസ്തകം ചുമക്കാൻ ഭാഗ്യം ലഭിച്ചവരെ, അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ പുസ്തകമാണ് നമ്മുടെ ജീവിതത്തിന്റെ രക്ഷ. ഈ പുസ്തകമാണ് സത്യദൈവത്തെ കുറിച്ച് ഉലകത്തെ പഠിപ്പിക്കുവാൻ നമുക്ക് ആർജവം തന്ന കൃതിയെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കുക, ഇത് നമ്മൾ വായിക്കുമ്പോൾ നമ്മെ കൂടി വായിക്കുന്ന പുസ്തകമാണ്. ഹല്ലേലൂയ. എന്നെ വായിച്ചു കൊണ്ടിരിക്കുന്ന പുസ്തകം, എൻ്റെ കുറവുകൾ കണ്ടുണർന്ന് എന്നെ മനസ്സിലാക്കി എന്നെക്കുറിച്ച് ബോധ്യപ്പെടുത്തി തരുന്ന പുസ്തകം. ഹല്ലേലൂയ. ഇനി ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ ആ ഭാഗം വിടുക. ഞാൻ ഈ പ്രസംഗം കേൾക്കുന്ന ആളുകൾക്കിടയിൽ അന്യമതസ്ഥരായ ആളുകളുണ്ടെങ്കിൽ അവരെ ബഹുമാനിച്ച് മാത്രം ഇടപെടാൻ ശ്രമിക്കുന്ന ഒരു സുവിശേഷകനാണ്. എൻ്റെ കാരണം, ഈ മലയാള ബൈബിൾ നമ്മുടെ പക്കലേക്ക് ഇന്ന് ഇങ്ങനെ തന്നിരിക്കുന്നത് നമ്മുടെ ആരുടെയും കഴിവല്ല. ഇത് ഹൈന്ദവ സഹോദരന്മാരുടെ ശ്രമഫലമായിട്ടാണ് ഈ പുസ്തകം നമ്മുടെ കയ്യിൽ ഇങ്ങനെ ഇരിക്കുന്നത്. പല ക്രിസ്ത്യാനിക്കും അതറിയില്ല. ഇത് വാങ്ങിയിട്ട് മുത്തിയിട്ട് തിരിച്ച് ഷെൽഫി വെക്കുക നമ്മളീ പലതും ചെയ്യുന്നതെങ്കിൽ, ഈ പുസ്തകം നമ്മുടെ പക്കൽ എത്തിച്ചു തന്നത്, ഇതിൻ്റെ പരിഭാഷ നിർവഹിച്ചത് ഹൈന്ദവ സുഹൃത്തുക്കളാണ്. നമുക്ക് സന്തോഷമില്ല അത് കേട്ടിട്ട്? ഈ പുസ്തകം വായിക്കുന്ന ഓരോ ക്രിസ്ത്യാനിയും ഈ നാട്ടിലെ ഹൈന്ദവ സഹോദരന്മാരോട് കടപ്പെട്ടിരിക്കുന്നു. കാരണം അവരാണ് ഈ പുസ്തകം നമുക്ക് തന്നത്. നിങ്ങൾക്ക് സന്തോഷമില്ല? അതിൽ സന്തോഷമുണ്ട്. സന്തോഷമുണ്ട്. എങ്ങനെയാണെന്ന് കൂടി പറയാം. മലയാള ഭാഷയിൽ നമുക്ക് ബൈബിളില്ല. അപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്, പുരോഹിതന്മാർ സുറിയാനിയിൽ ഇതൊക്കെ വായിക്കും. നമ്മളത് കേട്ടിട്ട് ആമേനെന്ന് പറഞ്ഞിട്ട് തിരിച്ചു പോരും. എന്നാന്നൊന്നും മനസ്സിലാകുന്നില്ല, ആമേനെന്ന് പറഞ്ഞിട്ട് തിരിച്ചു പോരും. ഈ മറ്റൊരു ഭാഷയിൽ സംസാരിക്കുന്ന പലപ്പോഴും നമുക്ക് മനസ്സിലാവില്ല. അപ്പോൾ എന്തു ചെയ്യും? നമ്മൾ ആമേൻ പറഞ്ഞിട്ട് പോരും. നിങ്ങളുടെ മാത്രം പ്രശ്നമില്ല, എൻ്റെ കൂടി ഒരു അനുഭവം തുറന്നു പറയാമല്ലോ. എന്നെ അവിടുത്തെ ഒരു പരിഭാഷയ്ക്ക് വിളിച്ചു. ഈ പരിഭാഷയ്ക്ക് ചെല്ലുമ്പോൾ അദ്ദേഹം ഇംഗ്ലീഷല്ല പറയുന്നത്, സ്പാനിഷാണ്. ഇംഗ്ലീഷ് പോലെ ഇരിക്കും, പക്ഷേ സ്പാനിഷാണ്. ആ പാടെ വിഷമിച്ച് നടക്കുകയാണ്. അപ്പോൾ ഈ വന്ന പുള്ളികൾ ഓർത്ത് പുള്ളിക്ക്
ഇംഗ്ലീഷ് അറിയാം, തട്ടിമുട്ടിപ്പോലും ഇംഗ്ലീഷ് അറിയില്ല, സ്പാനിഷാണ്. ഞാൻ പറഞ്ഞ് പേടിക്കേണ്ട, അതിന് വഴി നമ്മുടെ മുമ്പിലുണ്ട്, ഇരിക്കാൻ പറഞ്ഞു. നമ്മൾ അദ്ദേഹത്തോട് ഇംഗ്ലീഷ് പറഞ്ഞാൽ മനസ്സിലാവില്ല, മലയാളം ഒട്ടും മനസ്സിലാവില്ല. അതവിങ്ങനെ പറഞ്ഞു വന്നപ്പോൾ എനിക്കതിൽ ഈ ഇംഗ്ലീഷിനോട് സിമിലറായ ചില പദങ്ങൾ പിടിയിട്ടിട്ട് വിശദാംശങ്ങളൊക്കെ ചോദിച്ചു. അപ്പോൾ ഒരു വിധത്തിൽ അതേ ഇങ്ങോട്ട് പറഞ്ഞു വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ പ്രസംഗിച്ചോളാം. അദ്ദേഹം എഴുന്നേറ്റ് നിന്ന് ഒരു പ്രസംഗം അങ്ങ് പറഞ്ഞു. ഞാനും അദ്ദേഹം പറഞ്ഞ കൂടത്തിൽ അതേ താളത്തിൽ തരക്കേടില്ലാത്ത വേറൊരു പ്രസംഗം അവിടെ ഒന്നങ്ങ് പറഞ്ഞു. കാരണം ഈ വായിച്ച വാക്യം വന്നപ്പോഴേക്കും മനസ്സിലായി സക്കായി അത്തിയെ കയറിയ ഇറങ്ങുമെന്ന് എനിക്കറിയാം. ഇന്ന് നിൻ്റെ വീട്ടിൽ ഞാൻ പാർക്കുമെന്നും യേശു പറയുമെന്നറിയാം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വഴിക്കൊരു പ്രസംഗം, ഞാൻ എൻ്റെ വഴിക്ക് വേറെ പ്രസംഗം. അപ്പോൾ അതുകൊണ്ടൊരു ഗുണമുണ്ട്. എന്താ ഗുണം പറയാം? സ്പാനിഷ് അറിയാവുന്ന ആരെങ്കിലും അവിടെ ഉണ്ടെങ്കിൽ അവർക്ക് സ്പാനിഷിലൊരു പ്രസംഗം, മലയാളികളുണ്ടെങ്കിൽ മലയാളത്തിൽ എൻ്റെ വേറൊരു പ്രസംഗം. ഇത് രണ്ടും അറിയാവുന്നവരുണ്ടെങ്കിൽ ഒരേ സമയത്ത് രണ്ട് പ്രസംഗം. നിസ്സാര കാര്യമാണോ? അതങ്ങനെ ആ ദിവസം പോയി. സന്ധ്യയായി വിശ്വസമായി ഒന്നാം ദിവസം എന്ന് പറഞ്ഞാൽ അത് പോയി. ഇതിന് മറുവശ പറയാ, ഈ ഭാഷാപരമായി പ്രശ്നം ഇങ്ങനെ നിൽക്കേ നമുക്കൊരു ബൈബിൾ ഉണ്ടാകണം, നമുക്കൊരു പുസ്തകം ഉണ്ടാകണം മലയാളത്തിൽ. നമുക്ക് മലയാളത്തിൽ പുസ്തകമുണ്ടാകാൻ അന്ന് ശ്രമം നടത്തി. അപ്പോൾ കായംകുളം ഫിലിപ്പോസ് റമ്പാൻ എന്നു പേരായ പുരോഹിതൻ ഒരു ബൈബിൾ പരിഭാഷയുടെ ശ്രമം നടത്തി. പക്ഷെ ആ പരിഭാഷയിൽ ഒട്ടേറെ പ്രശ്നങ്ങൾ അന്നത്തെ മലയാളത്തോട് യോജിക്കുന്നില്ല. ഇത് വന്നപ്പോൾ കോട്ടയത്ത് CMS കോളേജിൻ്റെ സ്ഥാപകരിൽ പ്രമുഖനായ ബെഞ്ചമിൻ ബെയ്ലി ഇവിടെ വന്നു. ഈ ബെയ്ലിയാണ് നമ്മുടെ മലയാള അക്ഷരങ്ങൾ ഇങ്ങനെ വളച്ച് റെഡിയാക്കി തന്നത്. പണ്ട് ഈ റാ എഴുതുന്നത് ഈ ജനൽ പോലെയായിരുന്നു, കട്ടള പോലെയായിരുന്നു. പുള്ളിക്കാരനാണ് അതിങ്ങനെ ആക്കി തന്നത്. ചതുരവടിയുള്ള അക്ഷരങ്ങളെ വട്ടെഴുത്താക്കി മാറ്റിയത് ആരാ? ബെയ്ലിയാണ്. ബെയ്ലി കഞ്ഞിക്കുഴിയിലും പാമ്പാടിയിലും പരിസര പ്രദേശങ്ങളിലുമൊക്കെ ഉള്ള കൊല്ലപ്പണി ചെയ്യുന്ന സുഹൃത്തുക്കളുടെ വീട്ടിലെത്തി രാവെളുക്കോളം ഇരുന്നു കൊണ്ട് ഇരുമ്പിൽ ഉരുക്കിയെടുത്ത് ഈ അക്ഷരങ്ങൾ ഉണ്ടാക്കാൻ അവരെ ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയാണ് ആദ്യത്തെ ബൈബിളിൻ്റെ ആ പരിഭാഷയുടെ ഈ അച്ചുകൂടം ചെയ്യാനുള്ള പണി നടക്കുന്നത്. ഈ ഘട്ടത്തിൽ ബെയ്ലി അവർ ചെയ്തത് മുഴു ബൈബിളും മലയാളത്തിൽ കിട്ടാൻ വേണ്ടിയിട്ട് പരിഭാഷ നിർവഹിക്കാൻ ചെന്ന് സമീപിച്ചത് പ്രമുഖരായ 3 പേരെയാണ്. ഒന്ന്, മോസസ് ഇസാർവതി എന്നു പേരായ ഒരു യഹൂദൻ. 2, അദ്ദേഹം കൊച്ചി സ്ഥിരതാമസക്കാരനാണ്. 2, വൈദ്യനാഥ അയ്യർ എന്നു പേരായ ഒരു സംസ്കൃത മലയാള പണ്ഡിതൻ. 3, ചാത്തു മേനോൻ എന്നു പേരായ ഒരു സംസ്കൃത മലയാള ഇംഗ്ലീഷ് തമിഴ് കന്നഡ ആ ഭാഷകളിൽ അവഗാഹമുള്ള ഒരു മാന്യൻ. ഈ 3 പേര് ചേർന്നാണ് ബൈബിളിൻ്റെ പരിഭാഷ. മനസ്സിലായോ? ഇല്ല, നമ്മുടെ ആളുകളുടെ വക്കലായി തന്നിരുന്നെങ്കിൽ ഇതൊരു പരുവമാക്കി കൊടുത്തേനെ അല്ലേ? അകപ്പാടെ ഇതൊരു പരുവാക്കി കൊടുത്തേനെ. എന്തിനാ നമ്മൾ മറ്റുള്ള ആളുകളെ പറയുന്നത്? ഇപ്പം നമ്മുടെ ആളുകളുടെ കയ്യിലേക്ക് ഈ ബൈബിൾ പരിഭാഷപ്പെടുത്താൻ കൊടുത്തെങ്കിൽ ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം അബ്രഹാമിനെ കുറിച്ചൊക്കെയുള്ള ഭാഗം, അല്ലെങ്കിൽ സങ്കീർത്തനം 1:1 ഏത് പരുവത്തിലാക്കുമെന്ന് കേട്ടു. സങ്കീർത്തനം 1:1 എഴുതാൻ നമ്മോട് പറഞ്ഞിരുന്നെങ്കിൽ നമ്മുടെ ഒരു ഭാഷയുണ്ടല്ലോ, അതിലെങ്ങനെ പറയും? അതേ ദുഷ്ടന്മാരുടേതായിരിക്കുന്നതായ ആലോചന പ്രകാരം നടക്കുവാൻ തക്ക ഇടയാക്കി തീർത്തുകൊണ്ടിരിക്കുന്നതായിട്ടുള്ളതായിരിക്കുന്ന അതിൻ്റേതായിരിക്കുന്നതായിട്ടുള്ളതായ ഇങ്ങനെ പോവല്ലാതെ ഒരു ഉത്തരം വരുമോ? ഇടയ്ക്കൊരു 3 കല്ലലിയായും 2 സ്തോത്രവും കയ്യിൽ നിന്നും ഇട്ടോണം ഈ പറഞ്ഞെങ്കിലേ നമ്മുടെ ആ ഭാഷ വരുള്ളൂ. എന്തിന് ഇത്രയും പറയുന്നു? ഒരു മാസകം നടത്തുമ്പോൾ മാമൂടൂന്ന് ചങ്ങനാശ്ശേരിയിൽ വന്നിരുന്ന ഒരു വിശ്വാസിയോട് സാക്ഷി പറയാൻ പറഞ്ഞാൽ പറയും, മാമൂടിൻ്റെതായിരിക്കുന്നതായിട്ടുള്ളതായ പ്രാന്തപ്രദേശത്തുനിന്നും ചങ്ങനാശ്ശേരിയുടേതായിരിക്കുന്നതായിട്ടുള്ളതായ അമേസ്തോത്രം ഗ്ലോറി പ്രേസിലോട് അരിക്കുന്നതായിരിക്കുന്നതായിട്ടുള്ളതായ ഇത് പറഞ്ഞു പോകില്ല. അത് ഉത്തരം വരുമോ? വരില്ല. ഈ സമയത്ത് സായിപ്പിന് മനസ്സിലായി നമ്മുടെ പക്കൽ ഇത് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഇതൊരു പരുവമാക്കും. സായിപ്പ് പണി പഠിച്ച 2 വിജ്ഞാനികളെ അടുത്തിരുത്തിക്കൊണ്ട് പരിപാടി അങ്ങോട്ട് തുടങ്ങിയില്ലേ. ഇതിലാരായി ചാത്തു മേനോൻ? കേട്ടോണം.
ഈ ചാത്തുമേനോൻ ബൈബിൾ പരിഭാഷയ്ക്ക് ഇറങ്ങുന്നത് എല്ലാ ദിവസവും കുളിച്ച് ഭസ്മക്കുറി അണിഞ്ഞ് തിലകം ചാർത്തി ഇഷ്ടദേവത പൂജ കഴിഞ്ഞ് തുളസി കതിരണിഞ്ഞ് തൻ്റെ ശുദ്ധവൃത്തി വരുത്തി അങ്ങനെ വന്ന് കാൽമുട്ടും മടക്കി മുഴങ്കാലിലിരുന്നു കൊണ്ട് സരസ്വതീ കീർത്തനം കൂടെ ആലപിച്ചിട്ടാണ് ബൈബിളിൻ്റെ പരിഭാഷയിലേക്ക് കടക്കുന്നത്. മനസ്സിലായോ? ഒരു മനുഷ്യൻ ഈ പുസ്തകം പരിഭാഷയോട് കാണിച്ച ആദരവ് കണ്ടോ? നിങ്ങൾക്ക് താല്പര്യമില്ല. നിങ്ങൾ ഈ ഇലക്ട്രിസിറ്റിയുടെ ബില്ലും ആധാർ കാർഡും എല്ലാം സൂക്ഷിക്കുക ഈ പുസ്തകത്തിൽ. ആ സമയത്ത് അദ്ദേഹം ചെയ്ത് കണ്ടോ? എത്ര ആദരവോടാണിത് കൈകാര്യം ചെയ്തത്. എന്നിട്ട് അദ്ദേഹം പദങ്ങളിങ്ങനെ അടുക്കി വെക്കുമ്പോൾ വിചാരിച്ചു, വായിച്ചു വായിച്ചു വരുമ്പോൾ മനസ്സിലാക്കി ഇതിനുള്ളിൽ ഒരു യേശുവുണ്ട്. അദ്ദേഹം യേശുവിനെ അവഗണിക്കാതെ പറഞ്ഞു, ക്രിസ്തുവേ, അങ്ങും ഒരു ദേവനാണ്, ഞാൻ അങ്ങയെയും പൂജിക്കുന്നു എന്ന് പറഞ്ഞ് ക്രിസ്തു ഭഗവാൻ എന്ന് യേശുവെ വിളിച്ചു. ചാത്തുമേനോൻ. ആരായി ചാത്തുമേനോൻ? സംസ്കൃത മലയാള ഭാഷകൾ ഇടതടവില്ലാതെ പ്രയോഗിക്കുന്ന ഉജ്ജ്വലനായൊരു വാഗ്മി. ഞാൻ ഈ അടുത്ത കാലത്ത് ഈ സൈമൺ സാറിനെ കുറിച്ചൊക്കെ ഉള്ള ചില വിശകലനങ്ങളിങ്ങനെ നിൽക്കുന്ന കാലമാണ്. അപ്പോൾ നമ്മളാകെ കേട്ടിരിക്കുന്ന സൈമൺ സാറിൻ്റെ പാട്ടുകളിലെ മേലുള്ള ഋഷിലേമൊക്കെയാണ് കേട്ടിരിക്കുന്നത്. ഭാഷാപരമായിട്ട് ഏറ്റവും ഉയർന്ന നിലവാരത്തിൽ മേലുള്ള ഋഷിലേമേ, കാലമെല്ലാം കഴിയുന്ന നാളിൽ തന്നെ ചേർക്കണേ നിൻ കൈകളിൽ, നാദാ ലളിത കൃപയുടെ വരിശം അനുദിനം അനുഭവിപ്പാൻ അരുളണേ കൃപയാ, ആകും ഈ സാധുവാകും പുഷ്പമാം സാധു നൈതലിൽ, നിന്റെ പാലനമല്ലാതെ എന്തി പൈതലിൽ. ഇതൊക്കെയാണ് കേട്ടേക്കുന്നതെങ്കിൽ സംസ്കൃതത്തിൽ മലയാളത്തിൽ ഇടതടവില്ലാത്ത പ്രയോഗം കൊണ്ട് ഒരു ഉജ്ജ്വല വാഗ്മിയായിരുന്നു ഈ ചാത്തുമേനോൻ. മേനോൻ നമ്പ്യാരുടെ കൃതികളിൽ, മഴമംഗലത്തിൻ്റെ കൃതികളിൽ, കുഞ്ചൻ നമ്പ്യാരുടെ കൃതികളിൽ അവഗാഹമുള്ളൊരു പണ്ഡിതൻ. പദപ്രയോഗങ്ങൾ ആരംഭിച്ചാൽ നിർത്താൻ കഴിയാത്ത വിധം കിലോമീറ്റർ കണക്കിന് എഴുതിപ്പോകുന്നൊരു വിജ്ഞാന പടുവിനെ കൊണ്ടാണ് ഈ പുസ്തകം എഴുതിച്ചത്. പരിഭാഷ അങ്ങോട്ട് തുടങ്ങി. അത് കഴിഞ്ഞിട്ട് എഴുതി വരുമ്പോൾ കൊലോസ്യർക്കെഴുതിയ ലേഖനത്തിലേക്കെത്തി. കൊലോസ്യർക്കെഴുതിയ ലേഖനത്തിലേക്കെത്തുമ്പോൾ അതുവരെ ഉണ്ടായിരുന്ന ചാത്തുമേനോന്റെ ചിന്താഗതിയിൽ വലിയൊരു മാറ്റം. എന്താണ് ആ മാറ്റം? അദ്ദേഹം കൊലോസ്യ ലേഖനത്തിൽ ഒരു യാഥാർത്ഥ്യം കണ്ടു. ക്രിസ്തുവിനെ കുറിച്ചുള്ള ഒരു പ്രയോഗം കണ്ടു. ആ പ്രയോഗം എന്തിനാ? കൊലോസ്യ സഭയിൽ ജീവിച്ചിരുന്ന ആളുകൾക്ക് യേശു ക്രിസ്തുവിനെ കുറിച്ചൊരു സംശയം. ആരാണ് ഈ ക്രിസ്തു? കൊലോസ്യ സഭയിൽ രണ്ടുവിധ ചിന്തകൾ ഉടലെടുത്തു. കൊലോസ്യ സഭക്കാർ, അവിടുത്തെ വിശ്വാസികൾ ചിന്തിച്ചത്, യേശു എന്ന് പറയുന്ന ആളിന് ശരീരമില്ല. നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞല്ല, പിന്നെന്താ? കൊലോസയിലെ ആളുകൾ, യേശുവിന് ശരീരമില്ല, മറിച്ച് ശരീരമുണ്ടെന്ന് തോന്നിപ്പിക്കുകയായിരുന്നു, ശരീരമില്ല. ഞാൻ പറഞ്ഞല്ല, പിന്നെ ആരാ? കൊലോസ്യക്കാർ. യേശു ഒരു മായാവി കണക്കോ ഭാണ്ഡം കണക്കോ ആയിരുന്നു, ബോഡിയില്ല. ശരിയാണോ? അത് ശരിയല്ല. അവൻ്റെ ശരീരമുണ്ട്, ഭാണ്ഡം കണക്കല്ല. പൗലോസ്ലീഗ അവർക്ക് തിരുത്തി കൊടുക്കുക, കൊലോസ്യരേ, നിങ്ങൾ മനസ്സിലാക്കും പോലെയല്ല. ആരാണ് ക്രിസ്തു? ആരാണ് ക്രിസ്തു എന്ന ചോദ്യം പൗലോസ് കൊലോസ്യർക്ക് പരിഹരിച്ചു കൊടുക്കുകയാണ് ആ ലേഖനത്തിലെങ്കിൽ, ആ ലേഖനത്തിന്റെ പരിഭാഷയിലേക്ക് ചാത്തുമേനോൻ പ്രവേശിച്ചു. കൊലോസ്യരുടെ ചോദ്യം, പൗലുസേ, ആരാണ് ഈ ക്രിസ്തു? പറയൂ. പൗലുസിന്റെ മറുപടി, കൊലോസ്യരെ അറിയുക, ആരാണ് ഈ ക്രിസ്തു? അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമ, സകല സൃഷ്ടിക്കും ആദ്യജാതൻ. വാഴ്ചകളാകട്ടെ അധികാരങ്ങളാകട്ടെ സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. അവനിലല്ലോ ദൈവത്തിന്റെ സകല സമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. ആ പരിഭാഷ തീരുമ്പോഴേക്കും ചാത്തുമേനോൻ ലോകത്തോട് വിളിച്ചു പറഞ്ഞു, യേശു കേവലം ഒരു ദേവനല്ല, അവൻ അനേക ദേവസങ്കല്പങ്ങളിൽ ഒരാളുമല്ല, ബഹുസഹസ്രം കോടി വരുന്ന അതീന്ദ്രിയ ശക്തികളിൽ ഒരു വ്യക്തിയുമല്ല.
മറിച്ച് അവൻ ആത്യന്തികനായ ദൈവം. ഈ ലേഖനം എഴുതി പരിവസാനിപ്പിക്കുമ്പോൾ അദ്ദേഹം ഉലകത്തോട് വിളിച്ചു പറഞ്ഞു, മറ്റൊരുവനിലും രക്ഷയില്ല. ഞാൻ രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവുമില്ല, യേശു മാത്രം രക്ഷിതാവെന്നെഴുതിക്കൊണ്ട് നിമജ്ജന സ്നാനം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്വീകരിച്ചുകൊണ്ട് സായിപ്പദ്യത്തിൻ്റെ പേര് വിട്ടു ജോസഫ് ഫെൻ. മനസ്സിലാകുന്നോ? ഈ ജോസഫ് ഫെന്നിൻ്റെ അനുഗാമികളായ മേനവന്മാർ വൻതോതിൽ ക്രിസ്തുവിശ്വാസം സ്വീകരിച്ചു അക്കാലത്ത്. ഇവരാണ് പേരിനു ചേർത്ത് പിള്ള എന്നു പേരുള്ള ക്രിസ്ത്യാനികൾ. ചാണ്ടപ്പിള്ള, പൈലിപ്പിള്ള, ചാക്കോ പിള്ള, കുഞ്ഞംപിള്ള, തൊമ്മൻ പിള്ള എന്ന് കേൾക്കുമ്പോൾ ഓർക്കണം, ചാത്തു മേനോൻ്റെ അനന്തരാനുഗാമികൾ ആയിരക്കണക്കിനായ ആളുകൾ ദൈവപുരുഷന്മാരുടെ കരങ്ങൾക്ക് കീഴിൽ സ്നാനമേറ്റ് യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു. ഹല്ലേലൂയ. അതുകൊണ്ടൊന്ന് ഞാൻ പറയാം, ഇത് മതപരിവർത്തനമായിരുന്നില്ല. ദൈവത്തിൻ്റെ ആത്മാവ് ഹൃദയാന്തര ഭാഗത്തോടപെട്ട് പാപത്തെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധ്യപ്പെടുത്തിയപ്പോൾ, ഉള്ളിൻ്റെ ഉള്ളിൽ ബോധ്യപ്പെടുത്തി കൊടുത്ത ആ പാപബോധം ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചപ്പോൾ കരുണ ലഭിച്ചവൻ്റെ പ്രഖ്യാപനമാണ് മാനസാന്തരത്തിലേക്ക് അവനെ നയിച്ചതെങ്കിൽ ഇന്നും അത് തുടർന്നുകൊണ്ടിരിക്കുന്നു. തങ്ങൾ ഏകാഗ്ര ചിത്തന്മാർക്ക് തന്നെത്താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന് ഊടാടി സഞ്ചരിക്കുന്ന ദൈവത്തിന്റെ കണ്ണികൾ ഇന്ന് രാത്രി അകത്തും പുറത്തു വരുന്ന ഈ വചനം കേൾക്കുന്നവർ മീതെ പതിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ദൈവം വേണ്ടവരെ അവിടുന്ന് സ്പർശിച്ചു കൊണ്ടിരിക്കുന്നു. ആ സ്പർശനം മാനസാന്തരമായി വിശ്വാസത്തിൻ്റെ അഭിവൃദ്ധിയായി ഇന്നും അവൻ തുടർന്നുകൊണ്ടിരിക്കുന്നു. നമുക്ക് വചനത്തിലേക്ക് മടങ്ങി വരാം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഇനി ഇവിടെ പറയുന്ന പ്രമേയത്തിലേക്ക് വരാം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കുരിശിലല്ലാതെ എനിക്ക് പ്രശംസിക്കുവാൻ സംഗതി വരരുത്. എന്താണ് കുരിശ്? ലംബമായി കുത്തി നിർത്തിയതും വിലങ്ങനെ ഇണച്ചു കെട്ടിയതുമായ രണ്ടു മരത്തടികൾ. ഈ മരത്തടികളുടെ വലിപ്പം നിവരെ നിർത്തിയ അതേ തടിയുടെ വലിപ്പമാകും വിലങ്ങനെ വെച്ച തടിക്കും. മനസ്സിലായോ? നമ്മൾ കാണുന്ന കുരിശിലൊന്നും അങ്ങനെയല്ല, അത് വേറൊരു കുരിശാണ്. അത് ഞാൻ സന്ദർഭവശാൽ പറയാം. അപ്പോൾ ലംബമായി നിർത്തിയിരിക്കുന്ന ഒരു തടി, വിലങ്ങനെ വച്ചിരിക്കുന്ന മറ്റൊരു തടി. ഈ ശിക്ഷാ നടപടി ലോകത്ത് തുടങ്ങി വച്ചത് ഫിനീഷ്യരാണ്. ഫിനീഷ്യർ. ക്രിസ്തുവിനും ഏകദേശം 325 കൊല്ലങ്ങൾക്കപ്പുറത്ത് ഫിനീഷ്യരാണ് ഇത് തുടങ്ങി വെക്കുന്നത്. ഫിനീഷ്യർ നടത്തിയ ഈ ശിക്ഷണ നടപടി ഗ്രീക്ക് സാമ്രാജ്യത്തിൽ പ്രബലമായി. പിന്നീട് റോമക്കാരും ഈ ശിക്ഷണ രീതി പകർത്തി. നിങ്ങൾ പഴയ നിയമം ആധികോടന്തം പഠിക്കുക. മുഴുവൻ പഴയ നിയമവും പഠിച്ചാൽ ക്രൂശ് എന്നൊരു പദം കാണാൻ സാധിക്കില്ല. ക്രൂശിക്കപ്പെട്ട ഒരാളെ കാണാൻ സാധിക്കില്ല. ക്രൂശീകരണം എന്നൊരു ശിക്ഷയെക്കുറിച്ച് നേരിട്ട് സൂചനയില്ല. പ്രവചനാത്മാവിൽ ബോധ്യപ്പെടുത്തുന്നുമുണ്ട്. നേരിട്ടൊരു സൂചനയില്ല. കാരണം അക്കാലത്ത് കുരിശ് ശിക്ഷ ഇല്ലായിരുന്നു. പഴയ നിയമത്തിൽ കുറ്റം ചെയ്ത ആളുകളെ 4 രൂപത്തിൽ കൊല്ലുവാൻ വാക്യം കാണുന്നു. 4 രൂപങ്ങളാണ് ക്യാപിറ്റൽ പണിഷ്മെന്റിന് വേർതിരിച്ചത്. 4 വിധ ശിക്ഷകൾ. 1, കുറ്റം ചെയ്യുന്നവൻ്റെ തലയറുത്തു കൊല്ലേണം. സോഡിങ് അഥവാ ബിഹഡിങ്. സോഡ്, വാളുകൊണ്ടുള്ള കൊല. കുറ്റവാളിയെ കൊല്ലുന്നതിൻ്റെ അടുത്ത രൂപം കഴുത്തു ഞെരിച്ചു കൊല്ലേണം. അതിന് പറയുന്നു സ്ട്രാംഗ്ലിംഗ്. സോഡിങ് ഓർ ബിഹഡിങ്, ദെൻ സ്ട്രാംഗ്ലിംഗ് ആണ് അടുത്തതെങ്കിൽ. 3ാമത്തെ ശിക്ഷണ രീതി ഹാങ്ങിങ് അഥവാ തൂക്കിലെറ്റുക. ഹാങ്ങിങ് അഥവാ തൂക്കിലെറ്റുക എന്ന ശിക്ഷ ഹാമാന്റെയും മറ്റും മരണത്തിൽ നമുക്ക് കാണാം, എസ്തേറിൻ്റെ പുസ്തകത്തിൽ. ഇനി പ്രധാന കൊല ഇതല്ല, ശിക്ഷാരീതി ഇതല്ല, അത് കല്ലെറിഞ്ഞ് കൊല്ലലാണ്, സ്റ്റോണിങ്. അപ്പോൾ സ്റ്റോണിങ്, ബിഹഡിങ്, സ്ട്രാംഗ്ലിംഗ് ആൻഡ് ഹാങ്ങിങ്, ഇങ്ങനെ 4 വിധ ശിക്ഷണ രീതികൾ പഴയ നിയമത്തിൻ്റെ എഴുതുകൾ പരതിയാൽ വ്യക്തതയോടെ നമുക്ക് മനസ്സിലാകുന്നെങ്കിൽ, പഴയ നിയമം ആദ്യം നോക്കിയാൽ ക്രൂസിഫിക്ഷൻ അഥവാ ക്രൂശീകരണം എന്ന ഒരു ശിക്ഷണ രീതി നിലവിലില്ല. അപ്പോൾ പിന്നെന്താ പ്രശ്നം?
എങ്ങനെ കാണണം ഇതിനെ പറയാം. ക്രിസ്തുവിന് 300 പരം ആണ്ടുകൾക്കപ്പുറത്ത് ഫിനീഷ്യർ തുടങ്ങി വച്ചത്. പിൽക്കാലത്ത് ഗ്രീക്ക് സാമ്രാജ്യം ധാരാളമായി നടപ്പിലാക്കിയത്. എന്നാൽ വൻ തോതിൽ ക്രൂശീകരണം നടപ്പിലാക്കിയത് ഇവരാരുമല്ല, അത് റോമൻ ഭരണകൂടമാണ്. അതുകൂടി പറഞ്ഞുകൊണ്ട് ഈ ഉള്ളടക്കത്തെ നമുക്ക് യോജിപ്പിക്കാം. മനസ്സിലാകുന്നുണ്ടോ? പറയാം. റോമിലാണ് ഈ ക്രൂശീകരണം. യഹൂദന്മാർ അധിവസിക്കുന്ന പാലസ്തീന ഉൾപ്പെടെയുള്ള പ്രദേശത്തെ വിഴുങ്ങി ഭരിക്കുന്ന റോമക്കാർ തങ്ങളുടെ സാമ്രാജ്യത്തിൽ ക്രൂശ് മരണം ഇംപ്ലിമെൻ്റ് ചെയ്തത് എന്തിന്? അതോട് ചേർത്ത് ഒരു കാര്യം പഠിക്കണം. ആരെയാണ് ക്രൂശിക്കുന്നത്? ആരെയാണ് ക്രൂശിക്കുന്നത്? കൊലക്കുറ്റം നടത്തിയവനെ ക്രൂശിക്കുന്ന പതിവില്ല, മോഷ്ടിച്ചവനെ ക്രൂശിക്കുന്ന പതിവില്ല. മറ്റേതെങ്കിലും വിധത്തിൽ ക്രിമിനൽ കുറ്റം ചെയ്യുന്നവനെ കൊടുക്കുന്ന ശിക്ഷയെ അല്ല ക്രൂശീകരണം. പിന്നെ ആർക്ക് കൊടുക്കുന്ന ശിക്ഷയാണ്? റോമിലെ അടിമകൾക്ക് കൊടുക്കുന്ന ശിക്ഷ. റോമിലെ അടിമയെ ഇങ്ങനെ ശിക്ഷിക്കാൻ വെറുതെ കാരണമൊന്നുമില്ല. റോമിലെ അടിമയെ ശിക്ഷിക്കാൻ കാരണം 2-3 വിധങ്ങളാണ്. ഒരടിമ യജമാനു നേരെ അനുസരണക്കേട് കാട്ടിക്കൊണ്ട്, യജമാനന്റെ വസ്തുവകകൾ അപഹരിച്ചുകൊണ്ട്, കന്നുകാലിയെ കാളയെ മോഷ്ടിച്ചുകൊണ്ട്, യജമാന സ്ത്രീയോട് അപമര്യാദയായി പെരുമാറിക്കൊണ്ട്, മറ്റാളുകളെ പ്രകോപിപ്പിച്ചുകൊണ്ട് ഒരു സമരം നടത്തി, വിപ്ലവം നടത്തി, സ്വാതന്ത്ര്യത്തിന് വേണ്ടി ദാഹിക്കുന്ന ഒരു ശ്രമമോ പരിപാടിയോ കണ്ടാൽ മറ്റാരും ഈ കുറ്റം ആവർത്തിക്കാതിരിക്കാൻ മാതൃകാപരമായി കൊടുക്കുന്ന ശിക്ഷയാണ് ക്രൂശീകരണം. മനസ്സിലായോ? റോമിലെ ഒരധർമ്മിക്ക്, ഒരു കൊടും കുറ്റവാളിക്ക്, ഒരു കടുത്ത തിന്മ പ്രവർത്തിക്കുന്നവന് ആ സമൂഹം ഇനി മേലിൽ ഇത്തരം കുറ്റം ചെയ്യാതിരിക്കാൻ അവരെ കൂടി ബോധ്യപ്പെടുത്തിക്കൊണ്ട് വഴിയോരത്ത് വേണം ഈ ശിക്ഷണ നടപടി നടപ്പിലാക്കാൻ. ആളുകൾ കൂട്ടം കൂട്ടമായി യാത്ര ചെയ്യുന്ന പ്രധാന വീഥിയുടെ ഓരത്ത് ഉയർന്ന ഒരു സ്ഥലത്ത് ആളുകൾക്ക് കാണാൻ പാകത്തിന് വേണം ഇത് ചെയ്യാൻ. അത് വലിയ മലയുടെ മുകളിലാകരുത്, മൊട്ടക്കുന്നുകളുടെ മുകളിലാകണം. എന്ന് പറഞ്ഞാൽ ആളിനെ അടുത്ത് കാണണം. ഇനി ക്രൂശീകരണ രീതി കൂടി പറയാം. ക്രൂശിക്കപ്പെട്ട ഒരു അടിമയെ ഒരു കാരണവശാലും ആ ശവശരീരം നിലത്തിറക്കി കിടത്തരുത്. അത് ക്രൂശിൽ നിന്ന് നിലത്തിറക്കി യേശുവിൻ്റെ ശരീരം അതിന് വേറെയാണ് കാരണം, ഞാൻ പിന്നീട് പറയാം. ക്രൂശിക്കപ്പെട്ടവൻ്റെ ശരീരം ഒരു വിധത്തിലും കുഴിയെടുത്തടക്കരുത്, മണ്ണിൽ സംസ്കരിക്കരുത്. റോമിലെ നിയമം. എന്താണ് കാരണം? ഈ റോമക്കാർ ഏറെ ആരാധിക്കുന്ന ഭൂമി എന്ന ഒരു ദേവനുണ്ട്. ആ ദേവൻ്റെ പേര് അറ്റ്ലസ് എന്നാണ്. ഈ ദേവനെ അപമാനിക്കലാകും ഈ ഹതഭാഗ്യൻ്റെ കൊടും ക്രിമിനലിൻ്റെ ശരീരം മണ്ണിൽ കുഴിയെടുത്തടക്കുക. ചെയ്യരുത്. 2, ക്രൂശിക്കപ്പെട്ടവൻ്റെ ശരീരം തീക്കുള്ളിൽ കത്തിച്ച് ചാമ്പലക്കാൻ പാടില്ല. ക്രീമേഷൻ പാടില്ല. ദഹനം അത് പാടില്ല. ദഹിപ്പിക്കൽ പാടില്ല. കാരണം അഗ്നി റോമക്കാർക്ക് ദേവനാണ്. ആ ദേവനെ ആക്ഷേപിക്കലാകും ഈ കൊടുംപാവിയെ ദേവസാന്നിധ്യമുള്ളിടത്ത് സംസ്കരിക്കുക. അഗ്നിക്ക് വേണ്ട ഈ ശരീരം. 3, ഈ ശരീരം ഒരു കാരണവശാലും നദിയിൽ ഒഴുക്കരുത്. നദി ജലദേവതയാണ്. ഈ വൃത്തിഹീനന്റെ, ഈ അടിമയുടെ, ഈ കൊടുംപാവിയുടെ, ഈ വിപ്ലവകാരിയുടെ, ഈ അധർമ്മിയുടെ ശരീരം വെള്ളത്തിൽ ഒഴുക്കരുത്. അത് ജലദേവതയെ അപമാനിക്കലാകും. പിന്നെ എന്ത് ചെയ്യണം? പറയാം. ഈ ശരീരം ക്രൂശിൽ കിടക്കണം. അവിടെ തന്നെ കിടക്കണം. പകലിലെ ചൂടേറ്റ് കരിഞ്ഞ് ഉണങ്ങുന്ന ശരീരം രാത്രിയിലെ മഞ്ഞേറ്റ് വീണ്ടും വേറൊരു രൂപത്തിലാകും. അത് വീണ്ടും അടുത്ത ദിവസം കരിഞ്ഞുണങ്ങി ഉണങ്ങി അവിടെ തന്നെ കിടന്ന് തീരണം. എന്നാൽ അതിനുമുണ്ടൊരു പാഠഭേദം. ആകാശത്തിലെ പറവകൾ വെറുതെ വിടില്ല. കാക്കകൾ കൊത്തിപ്പറിക്കും. കഴുകൻ കടിച്ചു കീറും. കുടല് തുറിച്ച് നിലത്തി വീഴുമ്പോൾ നായ്ക്കളും നരിച്ചീറുകളും ഒക്കെ പാഞ്ഞു വരും
അത് കൊത്തിപ്പറിക്കാൻ. ഈച്ചകൾ വട്ടമിട്ട് പറന്ന് നരിച്ചീറുകളും നരിയും നാൽക്കാലികളും ഇടജാതികളും ഒത്തുചേർന്ന് ചോര ചീന്തി വൃത്തിഹീനമായി കിടക്കുന്ന ആ ശരീരം ഒരപമാനത്തിൻ്റെ ലക്ഷണമാണ്. ആ ശരീരം ക്രൂശിൽ കിടക്കുന്ന കാഴ്ച കുടുംബത്തിൽ അപമാനമാണ്. വലിയപ്പൻ ക്രൂശിക്കപ്പെട്ടുവെന്ന് കേൾക്കുന്നത് ആ കുടുംബത്തിന് അപമാനം. അതുവഴി കടന്നു പോകുന്ന റോമിലെ അടിമകളെ നോക്കി, ഇതാ കഴിമരത്തിലേറിയവൻ്റെ മകനായി പോകുന്നത് എന്ന് പരിഹസിക്കുന്നത് നിന്ദ്യവും നീചവുമായ ഒരനുഭവം. അതുകൊണ്ട് ആ ശരീരം ക്രൂശിൽ കിടക്കണം. ആകാശത്തിലെ പറവകൾക്ക് കഴുകന് കൊത്തിപ്പറിക്കണം. ഇതാണ് നിയമം. മനസ്സിലായോ? ഉത്തരവിട്ട് കഴിഞ്ഞാൽ ക്രൂശി ചുമക്കണം ആളുകൾ, ക്രൂശിക്കപ്പെടാൻ നിർദ്ദേശിച്ചവൻ. പക്ഷെ നമ്മൾ ഇന്ന് കാണുന്ന പോലെ ഈ തടി ഇതുപോലെ എടുത്തുകൊണ്ട് പോകണ്ട. വിലങ്ങനെ വെക്കുന്ന തടിക്കഷണം തോളോട് ചേർത്ത് വെച്ച് കെട്ടും, അതുകൊണ്ട് പോയാൽ മതി. മറ്റേ തടി അവിടെ കാണും. അതെല്ലാം റെഡി അവിടെ തന്നെയല്ല. പറയുന്ന സമയത്ത് ക്രൂശീകരണം നടക്കും. പറയുന്ന സമയത്ത് അത് മാറാൻ പാടില്ല. നാഴികമണി സജ്ജീകരിച്ച് വെച്ചിരിക്കുക. ആ ബെല്ലി കേൾക്കുന്ന സമയത്തെ ക്രൂശിക്കണം. ഒന്നുകൂടി പറഞ്ഞ് ഞാനവിടെ വിടാം. നമ്മൾ ചിത്രങ്ങളിൽ കണ്ടു പഠിച്ചതുപോലെ കൈവെള്ളയിലല്ല കൈവെള്ളയിൽ അണിയടിക്കേണ്ടത്. കാരണം അടിച്ചിട്ട് പ്രയോജനമില്ല. ഈ ശരീരം തൂങ്ങിക്കിടക്കാൻ കൈവെള്ളയിൽ അടിച്ചാൽ പറ്റില്ല. അത് പറഞ്ഞ് താഴെ കിടക്കും. മനസ്സിലായോ? ഇത്രയും വെയിറ്റ് താങ്ങാൻ സാധിക്കില്ല. അത് മാത്രമല്ല, വേറൊരു കാരണമുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചാട്ടെ. അണിയടിക്കുന്ന സ്പോട്ട് ഞാൻ കാട്ടിത്തരാം. അത് നമ്മുടെ കൈയുടെ ഈ കൈവെള്ളയും കൈക്കുഴയും ചേരുന്ന ഭാഗത്താണ്. ഇവിടെ അടിക്കാൻ ശാസ്ത്രീയമായി ഒട്ടേറെ കാരണമുണ്ട്. ഞരമ്പ് കൂടുകൾ വന്ന് പിണഞ്ഞു കിടക്കുന്ന സ്ഥലമാണ്. ശരീരത്തിൻ്റെ ഇതര ഭാഗങ്ങളിലേക്കുള്ള ഞരമ്പുകൾ, സിരകൾ, ധമനികളൊക്കെ വന്ന് ചേർന്ന് കിടക്കുന്ന ഭാഗം. ഇവിടെ അണിയടിച്ചാൽ പ്രത്യേകത, ബ്ലഡ് പുറത്ത് വരില്ല. അങ്ങനെയാണ് അണിയടിക്കുന്നത്. ബ്ലഡ് പുറത്ത് വരരുത്. പക്ഷേ ചില ഘട്ടങ്ങളിൽ ബ്ലഡ് പുറത്ത് വരാം. ചില ഘട്ടങ്ങളിൽ യേശുവിൻ്റെ ബ്ലഡ് പുറത്തു പോയി. കാരണം ഈ ഞരമ്പ് മുറിഞ്ഞെങ്കിലേ ബ്ലഡ് പുറത്തു പോകും. ഞരമ്പ് മുറയാതെ സ്ട്രക്കാക്കി വെക്കത്തക്ക വിധം വളരെ കൂർമ്മബുദ്ധിയുള്ള ആളുകൾ സൂക്ഷ്മതയോട് അടിച്ചിറക്കിയാണ് ഈ അണിയെങ്കിൽ ഇതങ്ങ് സ്ട്രക്കാവും. ഈ കൈയും സ്ട്രക്കാകുമ്പോൾ ഈ ശരീരത്തിലേക്കുള്ള രക്തസംക്രമണത്തിന് കഴിയാത്ത വിധം ശരീരം വല്ലാത്തൊരു പരിസ്ഥിതിയിലാകുമ്പോൾ ശരീരത്തിൽ വൻതോതിൽ കാർബൺ ഡയോക്സൈഡ് വന്ന് നിറയും. ഓക്സിജൻ്റെ അളവ് കിട്ടാതെ വരും. കാർബൺ ഡയോക്സൈഡ് ശരീരത്തിൽ അനിയന്ത്രിതമായി ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത്, ഈ ആളിൻ്റെ കണ്ണുകളും അദ്ദേഹത്തിൻ്റെ മനോഹരമായ മുഖവുമൊക്കെ, ചുവന്നു തൊടുത്ത മുഖമൊക്കെ കറുത്ത് കരിവാളിച്ചൊരു ഭീകര രൂപിയെപ്പോലെ കിടക്കും. കണ്ണു തുറിച്ചു വരും. ഒരു ഭീകര നിമിഷമാണ് ഈ ക്രൂശിലത്. കാലുകൾ വലിച്ച് താഴെ കണിയടിക്കുമ്പോൾ ആ കാൽ, ഒരു കാലിന് മീതെ മറ്റൊരു കാൽ കയറ്റി വെച്ചാണ് അടിക്കുന്നത്. ഈ ഘട്ടവും ആ കാൽ കുഴയിലാണ് അടി. ബ്ലഡ് പുറത്തു വരാത്ത വിധം ഭീകര ശിക്ഷയാണ്. ശരീരം കട്ടുകടച്ച് സ്തംഭിച്ച് അകത്തേക്ക് രക്തപ്രവാഹം മുഴുവൻ നിലച്ച് ഓക്സിജനാൽ ശുദ്ധീകരണം നടക്കാത്ത വിധം ശരീരം കാർബൺ ഡയോക്സൈഡ് കട്ടകെട്ടി കിടന്ന് ആകെ പ്രശ്നമാകുമ്പോൾ ഈ കിടപ്പ് രോഗിയെ മാരകമായ ഒരു വേദനയുടെ തലത്തിലേക്ക് നയിച്ച് ചിലപ്പോൾ മണിക്കൂറുകൾ ഇഴഞ്ഞു നീങ്ങി ഇദ്ദേഹം ചങ്കുപൊട്ടി മരിക്കും. യേശുവിൻ്റെ മരണം അങ്ങനല്ല, അത് വേറെ കാര്യം. ബ്ലഡ് വാർന്നാണ്. ഈ ശരീരം ഇങ്ങനെ, ഈ കിടപ്പ് 7 ദിവസം വരെ ക്രൂശിൽ കിടന്നവൻ്റെ ചരിത്രം സ്ട്രാബോ എന്ന എഴുത്തുകാരൻ രേഖപ്പെടുത്തുന്നു. 7 ദിവസം വരെ അബോധാവസ്ഥയിൽ ഈ കിടപ്പ്. ഇതിനിടയിൽ ആൾ മരിച്ചു എന്ന് ഉറപ്പുവരുത്താതെ പടയാളികൾക്ക് അവിടുന്ന് പോകാൻ അനുവാദമില്ല. അവിടെ നിൽക്കണം. അതുകൊണ്ട് പടയാളികളിൽ മര്യാദയുള്ളവരും ഒക്കെ ആയ ആളുകളുണ്ടല്ലോ. ഈ കിടക്കുന്ന കിടപ്പിൽ വെള്ളത്തിനായി ദാഹിക്കുന്ന ഇവന് പടയാളുടെ വക ഒരു സൗജന്യം. അത് മൃഗങ്ങൾക്ക് കൊടുക്കുന്ന ഒരുതരം പാനീയമുണ്ട്. മുന്തിരിയുടെ വേസ്റ്റും മറ്റു പല വസ്തുക്കളുമൊക്കെ ഇട്ടുണ്ടാക്കുന്ന ഒരുതരം അപരിഷ്കൃത മദ്യം, കണ്ടിവെണ്ണ കലക്കിയ വീഞ്ഞ്, ഒരു കാടി, വിനാഗിരി ഒഴിച്ചും ഒക്കെ പുളിപ്പിച്ച ഒരുതരം കാടിയാ. പുഴുക്കൾ അരിച്ച് കിടക്കുന്ന കടിയാത്. ആ കടി മൃഗങ്ങൾക്ക് ഇഷ്ടഭക്ഷണ.
ഇത് പന്നിക്കും അതുപോലെ മറ്റു മൃഗങ്ങൾക്കൊക്കെ കൊടുക്കാറുണ്ട്. ഇത് സ്പോഞ്ചിൽ മുക്കി ആളിന് കുടിക്കാൻ കൊടുക്കും. ഇതാണ് ഇയാൾ വേദന മറക്കും. ഈ ലഹരിയിൽ ആ കിടപ്പിൽ വേദന മറന്നു നിൽക്കുന്ന ഘട്ടത്തിൽ ഒരു കനത്ത ഇരുമ്പ് ദണ്ടുകൊണ്ട് ആളിൻ്റെ കാലടിച്ച് ഒടിക്കും. ബ്ലഡ് വാർന്നു പോകുമ്പോൾ ഒരു സുഖം, ആ സുഖത്തിൽ ആൾ കിടന്നു മരിക്കും. ഇതാണ് ക്രൂശീകരണ രീതി. അട്ടെ, ഇത്രയും വേണ്ട. ഇതിനടുത്തെങ്കിലും വരുന്ന ഒരു മരണം നമ്മുടെ വീട്ടിൽ ആർക്കെങ്കിലും ഭവിച്ചാൽ ആ ഓർമ്മകൾ നമുക്ക് തരുന്നത് അപമാനത്തിൻ്റെയും വേദനയുടെയും അപകർഷതാബോധത്തിൻ്റെയും ജാള്യതയാണെങ്കിൽ കഴിഞ്ഞ 2000 ആണ്ട് ഈ ക്രൂശ് ഞങ്ങളുടെ പ്രശംസയാണ്. ഈ ക്രൂശ് ഞങ്ങൾക്ക് മതിപ്പാണ്. ആ ക്രൂശിൽ മരിച്ചവൻ ഞങ്ങളുടെ പ്രസംഗ വിഷയമാണ്. ആ ക്രൂശിൽ മരിച്ചവൻ ഞങ്ങളുടെ ആരാധ്യ വിഷയമാണ്. എന്താണ് കാരണം? തൻ്റെ മുമ്പിൽ വച്ചിരിക്കുന്ന അപമാനമലക്ഷ്യമാക്കാതെ ക്രൂശിനെ സഹിക്കാൻ ത്രാണിയുള്ള ദൈവപുത്രനെയാ ഞങ്ങൾക്ക് പ്രസംഗിക്കാൻ സാധിച്ചത്. മരണത്തിന്റെ മുമ്പിലും അടിപതറാത്ത ദൈവപുത്രനെ കുറിച്ചുള്ള ഞങ്ങളുടെ പ്രസംഗത്തിന്റെ സാധൂകരണം, അതിലെ ആ സാധ്യത മറ്റൊന്നല്ല, ഇതിലും നന്നായി മരിക്കാൻ യേശുവിന് ഒരു അവസരം കിട്ടിയ. അതെങ്ങനെയുള്ള മരണമാണ്? കല്ലെറിഞ്ഞുള്ള മരണം. അതപ്പോൾ പെട്ടെന്ന് ആൾ മരിക്കും, കൽക്കൂനയ്ക്കകത്ത് ആൾ പെട്ടുപോകും. ആ എറിഞ്ഞെറിഞ്ഞ ആളിനെ കൽക്കൂനയ്ക്കകത്താക്കുക അവിടുത്തെ പതിവ്, അവിടെ കിടന്ന് മരിക്കുക. ഇങ്ങനെ എറിയാൻ കല്ലെടുത്തപ്പോൾ യേശു അവിടുന്ന് പോയി കളഞ്ഞു. പേടിച്ചു പോയതല്ല, ദൈവത്തിൻ്റെ ക്രിസ്തു എങ്ങനെ മരിക്കണമെന്ന് ഈ തിരുവെഴുത്തിൽ എഴുതി വെച്ചു, കൃത്യതയോടെ എഴുതി വെച്ചു. അവൻ നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നും നമ്മുടെ പാപങ്ങൾ നിമിത്തം മുറിവേറ്റുമിരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവന്റെ മേലായി, അവന്റെ അടിപ്പിടലുകളാൽ നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. മനുഷ്യരാശിയുടെ പാപത്തിന്റെ പരിണിത ഫലമായി, ഞാനും നിങ്ങളും ചെയ്ത അധർമ്മത്തിന്റെ പരിണിത ഫലമായി, അധർമ്മികളിൽ ഒരുവനെ പോലെ, ഒരു ജഡീകനെ പോലെ, ഒരു ദുർമാർഗിയെ പോലെ, ഒരു വിപ്ലവകാരിയെ പോലെ അവനെ മുദ്ര കുത്തിക്കൊണ്ട് ഇങ്ങനെ കൊലമരത്തിൽ തൂക്കണമെന്ന് യേശു ജനിക്കുന്നതിന്റെ 700 കൊല്ലങ്ങൾക്കപ്പുറത്ത് ഈ തിരുവെഴുത്തിൽ എഴുതി വെച്ചെങ്കിൽ അവന്റെ മരണം യാദൃച്ഛികമല്ല, അതൊരു പ്രായശ്ചിത്ത മരണം, മുൻകൂട്ടി എഴുതിയ മരണം. എന്റെ പൊന്നു സ്നേഹിത, ഈ മരണത്തിന്റെ അർത്ഥതലങ്ങൾ വിശാലമാണ്. ദൂരത്തും ചാരത്തും ഇരുന്ന് വചനങ്ങൾക്ക് മനസ്സിലാകണം. എന്നെയും നിങ്ങളെയും ജീവന്റെ യാഥാർത്ഥ്യത്തിലേക്ക് മടക്കിക്കൊണ്ടുവരാൻ കഴിയുന്ന ദിവ്യ ഔഷധം യേശു ക്രിസ്തുവിന്റെ രക്തമെങ്കിൽ, അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. അവന്റെ രക്തത്തിൽ നമുക്ക് അതിക്രമങ്ങളുടെ മോചനം എന്ന വീണ്ടെടുപ്പുണ്ട്. ആ വീണ്ടെടുപ്പ് നമുക്ക് നൽകാനാണ് യേശു ക്രൂശിൽ മരിക്കുന്നത്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഞാൻ വിഷയത്തിലേക്ക് ഒന്നുകൂടി എടുക്കുന്നു, ശ്രദ്ധിക്കണം. ഇങ്ങനെയാണ് ക്രൂശ് മരണത്തിൻ്റെ ചരിത്രം. എറിഞ്ഞേശുവിനെ തകർക്കാൻ സന്നാഹങ്ങൾ ഒരുക്കി വന്ന യഹൂദന്മാരുടെ മുമ്പിൽ നിന്ന് യേശു പോയി കളഞ്ഞു എന്ന് വചനത്തിൽ പറയാം. യേശു പോയി. എന്നാൽ ഇതേ യേശു ഗെത്സമനയിൽ പ്രാർത്ഥിക്കുമ്പോൾ യേശുവിനെ അറസ്റ്റ് ചെയ്യാൻ ഒരു വൻ റോമൻ സൈനിക നിര വരുന്നു. ഗെത്സമന എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ മറുവശമാണ് യെരുശലേം. അപ്പുറത്ത് ഒരു തോടൊഴുകുന്നുണ്ട്, കിദ്രോൻ. ആ ഗെത്സമനയിൽ നിന്ന് ഒലിവുമല തുടങ്ങുന്ന ഒലിവുമലയുടെ ചെരിവാണ് ഗെത്സമന. അതിൻ്റെ മറുതലക്കലാണ് ലാസർ പാർത്ത ബെഥാന്യ. ഒറ്റ മലയിൽ പ്രധാനപ്പെട്ട 3 ഇടങ്ങൾ. ഒന്ന് ഇവിടെ ഗെത്സമന, മുകൾ ഭാഗം ഒലിവുമല, അങ്ങച്ചെരിവ് ബെഥാന്യ. ഇതുവഴി തോട്, അക്കരെ യെരുശലേം. സമയം രാത്രിയാ. ആ കുറ്റാക്കുറ്റിരുട്ടത്ത് രാത്രി വന്ന് യേശുവിനെ അറസ്റ്റ് ചെയ്യണം. പക്ഷെ ആ രാത്രിയിൽ ആ സ്ഥലം വിട്ടുമാറാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഈ സ്ഥലങ്ങളൊക്കെ അന്നും ഇന്നും ധാരാളം ഗുഹകൾ നിറഞ്ഞതാ. എവിടെ ഒളിച്ചിരിക്കുന്നതിലും കണ്ടുപിടിക്കാനാവാത്ത വിധം പ്രകൃതിജന്യമായ നിരവധി ഗുഹകൾ, വിശാലമായ മരുഭൂമി. ഇതുപോലുള്ള സ്ഥലത്ത് യേശുവിന് വേണമെങ്കിൽ മറഞ്ഞിരിക്കാം. അവൻ മറഞ്ഞിരുന്നില്ല. യേശുവേ, മരണത്തിൻ്റെ കിങ്കരന്മാരായ കഴുകന്മാർ നിന്നെ കൊത്തിവലിക്കും എന്ന ചിന്ത കൊണ്ട് മരണഭീതി അലതല്ലി തോറ്റുകൊടുക്കാൻ ഒരിക്കലും നിനക്കിടവരാതെ നീ അകന്നോടിയില്ല. കുരിശു മുമ്പിൽ വെച്ച് നിന്നെ അറസ്റ്റ് ചെയ്യാൻ ക്ഷണിച്ചപ്പോൾ യേശു ചങ്കുറ്റത്തോടെ കരം രണ്ടും നീട്ടിക്കൊടുത്തിട്ട് പറയാ, നിങ്ങൾ ആരെ തിരയുന്നു? മറുപടി, നസ്രായനായ യേശുവിനെ. യേശുവിൻ്റെ മറുപടി, അത് ഞാനാകുന്നു, എന്നെ ബന്ധിക്കുക
ഇവരെ വിട്ടയക്കുക. ഹല്ലേലൂയ. യേശുവേ, അങ്ങ് ഒളിച്ചോടിയെങ്കിൽ ഞങ്ങളിന്ന് നിന്നെ പ്രസംഗിക്കുമായിരുന്നില്ല. അങ്ങ് ഭയചകിതനായി കാല് പിടിച്ചിരുന്നെങ്കിൽ ഞങ്ങളങ്ങയെ പ്രസംഗിക്കുമായിരുന്നില്ല. അങ്ങ് ഈ മരണനിമിഷം ഓർത്തുകൊണ്ട് റോമൻ ഭരണാധികാരിയുടെ കാൽക്കൽ വീട് രക്ഷിക്കണേ എന്ന് അലമുറ കൊട്ടിയിരുന്നെങ്കിൽ ഞങ്ങൾ അങ്ങേ വിളിക്കുമായിരുന്നില്ല. മറിച്ച് മരണത്തിന്റെ മുമ്പിൽ അടിപതറാതെ അഭിമാനിയായി അങ്ങ് പറഞ്ഞു, നിങ്ങൾ തിരയുന്ന യേശു ഞാനാണ്, എന്നെ ബന്ധിക്കുക, കൂടെയുള്ളവരെ വിട്ടയക്കുക. ഇതല്ലേ കാൽവരി മരണത്തിന്റെ പൊരുൾ. ഇന്നും അവൻ നിന്നെ വിട്ടയച്ചു കൊണ്ടിരിക്കുന്നു. സ്വാതന്ത്ര്യത്തിനായി ക്രിസ്തു നമ്മെ സ്വതന്ത്രരായിക്കൊണ്ടിരിക്കുന്നു. അടിമതുകത്തിൽ കുടുങ്ങിപ്പോകരുത്. അറസ്റ്റ് ചെയ്യാൻ അടുത്തു വരുന്ന ഭരണാധികാരിയെ നോക്കിക്കൊണ്ട് പറയുക, അവനെ പിടിക്കരുത്, അവനെ തകർക്കരുത്, അവന് പകരമായി ഞാൻ എൻ്റെ പ്രാണനെ പ്രായച്ചിത്തമായി നൽകുന്നു. ഒരു കാര്യം ഉറപ്പാ എൻ്റെ സ്നേഹിത, നിന്നെ വിടുവിക്കാനാ ക്രൂശ് മരണം. എന്തേ കാരണം? ഞാൻ ബോധ്യപ്പെടുത്തി തരാം. മാരക രോഗത്തിൻ്റെ അണുക്കൾ ശരീരത്തിൽ കൊണ്ടു നടക്കുന്ന മനുഷ്യൻ, പാപത്തിൻ്റെ വിഷബീജങ്ങൾ ജീവിതത്തിൽ ചുമക്കുന്ന മനുഷ്യൻ, തോൽവി പിണഞ്ഞ മനുഷ്യൻ, ആത്മഹത്യയുടെ മുനമ്പ് നിൽക്കുന്ന മനുഷ്യൻ. എന്താ ഇന്നത്തെ ഒരു സാമൂഹ്യ പരിസരം? നമുക്കറിയാം, നമ്മുടെ എല്ലാം വീടുകൾ ഇന്ന് സമ്പന്നമായി. നമ്മുടെ പരിസരവും നാം ആയിരിക്കുന്ന ഇടത്തും വാഹനങ്ങളില്ലാത്ത വീടില്ല, ദൃശ്യശ്രവണ മാധ്യമങ്ങളില്ലാത്ത വീടില്ല. സന്ധ്യാനേരത്ത് പ്രാർത്ഥനയെപ്പോലും പരിത്യജിച്ചുകൊണ്ട് മനുഷ്യൻ നിരന്തരം ദൈവവഴി വിട്ടിട്ട് അന്യായമായ വഴിയിലൂടെ ഈ സ്ക്രീനിൻ്റെ മുമ്പിലിരിക്കുന്നു. എന്താ ഇന്നത്തെ വീടുകളുടെ പരാജയം? സീരിയൽ കാണുന്ന ഭാര്യയും അമ്മയും, മദ്യപിക്കുന്ന ഭർത്താവ്, മൊബൈലുമായി അടുത്തടുത്ത റൂമിലിരിക്കുന്ന കുഞ്ഞുങ്ങൾ. ഇപ്പോൾ ആർക്കും പഴയ കുടുംബകലഹമൊന്നുമില്ല. പണ്ടൊക്കെ നമ്മുടെ നാട്ടിൽ കുടുംബകലഹം സജീവമായിരുന്നു. അതിൻ്റെ കാരണം മദ്യപിച്ചിട്ട് വന്ന് അങ്ങേരെടുത്തിട്ട് അടിക്കുന്നു, ആകെ പ്രശ്നം. സീരിയൽ കാണാനുള്ള വ്യഗ്രത കൊണ്ട് പുള്ളിക്കാരി നേരത്തെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി പുള്ളിയുടെ ഇഷ്ടമെല്ലാം സാധിച്ച് റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് പുള്ളിക്കാരി കുളി കഴിഞ്ഞ് ഒരുങ്ങി അടുത്ത മുറി കയറി സീരിയൽ കാണാതിരുന്നു. അമ്മാവിയമ്മയും മരുമകളും തമ്മിൽ കലഹമില്ല. കാരണം അവർ രണ്ടും ഒരുപോലെ ഈ കഥ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ കഥ കണ്ടിങ്ങനെ ആസ്വദിക്കാണ്ട് പഴയ കലഹമില്ല. ഭർത്താവ് വന്നപ്പോൾ ഒരു പ്രശ്നമില്ല. പുള്ളി മൂക്കറ്റ വെള്ളമടിച്ച് അടുത്ത മുറിയിലേക്ക് പുള്ളി കയറി. മോൾ അപ്പുറത്തിരുന്ന് ഇങ്ങനെ ചിരണ്ടിക്കൊണ്ടിരിക്കുകയാണ്. ആരായോ ഡീലിറ്റ് ചെയ്യുന്നു, ചിലരെ അക്സെപ്റ്റ് ചെയ്യുന്നു. അവിടെ വലിയ പരിപാടി. മോൻ അപ്പുറത്തിരുന്ന് അവൻ്റെ പ്രോഗ്രാം. ആർക്കും ആരോടും കലഹമില്ല. എന്തൊരു ശാന്തം! ഇങ്ങനൊരു കാലം നമ്മൾ പ്രതീക്ഷിച്ചാണോ ഇത്ര ശാന്തമാകുമെന്ന്? പ്രതീക്ഷിച്ചാണോ? വീടുകളൊക്കെ ശാന്തമായി. ഇങ്ങനെ ഒരു സാമൂഹ്യ വ്യവസ്ഥിതി ഉണ്ടാകുമെന്ന് ഓർത്തില്ല. പക്ഷേ എന്താ ഇവിടെ സംഭവിച്ചേ? സന്തോഷമുണ്ടോ ഈ വീടുകളിൽ? ആനന്ദമുണ്ടോ ഈ വീടുകളിൽ? ഒരു പിടി ഭക്ഷണം ഒന്നിച്ചിരുന്ന് കഴിക്കുമ്പോൾ തൃപ്തിയുണ്ടോ? തൃപ്തിയില്ല, ആനന്ദമില്ല. മക്കളെ നല്ല വീട്ടിലേക്ക് വിവാഹം കഴിച്ചയച്ചു, പക്ഷെ സന്തോഷമില്ല. വേണ്ടതല്ല അവർക്കുണ്ട്, സന്തോഷമില്ല. കൊച്ചുമക്കളെ ഒരു നോക്ക് കാണാൻ അപ്പനും അമ്മയ്ക്കും ആഗ്രഹമുണ്ട്, സന്തോഷമില്ല. തിരസ്കരിക്കപ്പെട്ടവരായി പ്രായമുള്ള മാതാപിതാക്കൾ വീടിൻ്റെ ഒരു മൂലക്കൊതുങ്ങുന്നു. ദൃശ്യലോകത്തിൻ്റെ വിസ്മയ ലോകത്തുകൂടി കൊച്ചുകുട്ടികൾ സഞ്ചരിക്കുന്നു. ഒരു മിസ്ഡ് കോളിൻ്റെ പിന്നാലെ അനിയന്ത്രിതമായി യാത്ര ചെയ്ത് മരണത്തെ വരിക്കുന്ന പെൺകുട്ടികൾ, പ്രായമെത്തും മുമ്പ് ജീവിതത്തിൻ്റെ ദുരന്തങ്ങളിൽ ഇതുവരെ സഹിക്കാത്ത പീഡനാപർവങ്ങളെ സഹിക്കാൻ വിധേയരായ കൊച്ചുകുട്ടികൾ, മുതിർന്നവർ, പ്രായഭേദമില്ല. വല്ലാതെ പെരുകുന്ന പാപത്തിന്റെ തിന്മ. ഇവിടെ എന്തൊക്കെയോ നമ്മൾ നേടി, വികസനം ലോകത്ത് കൊണ്ടുവന്നു, കുടുംബത്ത് വേണ്ടതൊക്കെ ഞാൻ നേടിവെച്ചു, അഭിമാനിക്കുന്ന പിതാവേ, അടുത്ത നിമിഷം പത്രമാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെടാൻ പോകുന്ന ആ ചിത്രം നിന്റെ വാത്സല്യ കുഞ്ഞിൻ്റെതല്ലെന്ന് ആര് കണ്ടു? അടുത്ത നിമിഷം ഓടി വരുന്ന ലൈറ്റിട്ട വണ്ടി നിന്റെ കുഞ്ഞിൻ്റെതല്ലെന്ന് ആര് കണ്ടു? ആ വണ്ടിയിൽ കിടക്കുന്നത് അടുത്ത നിമിഷം ഒരു വിഷക്കുരൻ കീറി മുറിച്ച് പോസ്റ്റ്മോർട്ടം ടേബിളിലിട്ട് പഠിക്കാൻ പോകുന്ന മൃതശരീരം നിങ്ങളുടേതല്ലെന്ന് ആര് കണ്ടു? ആർക്കുമൊന്നും പ്രവചിക്കാനാവാത്ത അനിശ്ചിതത്വത്തിന്റെ ലോകത്തിൽ സമാധാനം നഷ്ടപ്പെട്ട നിന്നെ നോക്കി വചനം പറയാ, നിന്റെ സമാധാനത്തിനായുള്ള ശിക്ഷ ഏറ്റെടുക്കാൻ ഒരു മധ്യസ്ഥൻ ഇതാ തയ്യാറെടുത്ത് നിൽക്കേ. നിന്റെ പാപഭാരത്തിന്റെ ഭാണ്ഡക്കെട്ടുകളെ അവന്റെ മേൽ ഇട്ടുകൊള്ളുക. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ സകല ആകുലതകളും സകല വേദനകളും അവനിലിട്ടിട്ട് പറയാ, നാഥാ, എനിക്ക് റിലാക്സ് ചെയ്യപ്പെടണം, എനിക്ക് സ്വതന്ത്രനാകണം, എനിക്ക് വിമോചിക്കപ്പെടണം, എനിക്ക് സ്വസ്ഥത കിട്ടണം. ഞാൻ എന്താ ചെയ്യേണ്ടത്? ആഗ്രഹമുള്ള എത്രയെത്ര ആളുകളെ കാണാം. മനസ്സിന് സന്തോഷം നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങൾ, ചൈതന്യം നഷ്ടപ്പെട്ട അപ്പനമ്മമാർ. കുടുംബത്ത് വേണ്ടതൊക്കെ ഉണ്ട്, ഭക്ഷണം വേണ്ട, കളിചിരികളില്ല, കോമഡികൾ കേൾക്കുന്നുണ്ട്, പക്ഷേ ആ ചിരിക്കുമൊക്കെ അപ്പുറത്ത് വേദനിക്കുന്ന ഹൃദയം, നിരാശ പൂണ്ട് കിടക്കുന്ന ആ വീടിനെ നോക്കി നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായോ?
പിശാചുക്കൾ അട്ടഹസിക്കുന്നു ആ ലോകത്ത്. ഇരുട്ടിൻ്റെ ശക്തികൾ നൃത്തം ചെയ്യുന്നുണ്ട് നിൻ്റെ വീട്ടിൽ. സമ്പന്നമായിട്ട് കാര്യമില്ല. ഞാൻ ചിലപ്പോഴൊക്കെ ആളുകളോട് സംസാരിക്കുമ്പോൾ മക്കൾ എവിടാ എങ്ങനെയുണ്ടെന്നൊക്കെ നമ്മൾ പരിചയപ്പെടുമ്പോൾ പറയും, അത് ടെക്സാസിലാണ്, ദുബൈയിലാണ്, അവിടെയൊക്കെ ജോലി ചെയ്യുന്നത് തെറ്റാന്ന് എനിക്ക് അഭിപ്രായമില്ല. അവിടെയൊക്കെ ജോലി ചെയ്യണം, എങ്കിലേ ഈ കൺവെൻഷനൊക്കെ നടക്കുകയുള്ളൂ, അത് വേറെ കാര്യം. എന്നാൽ ഇവരോട് സംസാരിച്ച് നമ്മൾ പറയും രക്ഷപ്പെട്ടല്ലോ. പക്ഷെ ഞാൻ പറയും രക്ഷപ്പെട്ടു എന്ന് പറയാൻ വരട്ടെ, കോടീശ്വരനെ ആ കെട്ടിയത്, പക്ഷേ അവൻ മയക്കുമരുന്നിന് അടിമയാണെങ്കിൽ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അവൻ തലതിരിഞ്ഞ ജീവിതം കൊണ്ട് വചനം വിട്ടു പോകുന്നവനാണെങ്കിൽ, ജീവിതത്തിൽ ലക്ഷ്യമില്ലാത്ത വിധം തകരപ്പെട്ട പെൺകുട്ടിയാ വിവാഹം കഴിച്ചെങ്കിൽ കുടുംബം തകർന്നില്ലേ? സ്നേഹിത, പണമല്ല പ്രധാനം. ഞാനൊരു ദുരന്ത സ്ഥലത്തെ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താം. ലോകത്തേറ്റവും അധികം സമ്പത്തിരുന്ന സ്ഥലം എവിടെയാ? ഏറ്റവും അധികം സമ്പത്തിരുന്ന സ്ഥലം ഞാൻ നിങ്ങളോട് പറയാം. അപ്പം അങ്ങോട്ട് പോകാൻ ആരും ശ്രമിക്കണ്ട. അതൊരു ശവക്കുഴിക്കകത്താണ് ഏറ്റവും അധികം സമ്പത്തിരുന്നത്. കാണിച്ചു തരാം. നമ്മുടെ ഒന്നല്ല, ഈജിപ്തിലെ ഫറവോയുടെ. ഈ ഫറവോയുടെ ശവകുടീരമൊക്കെ നടന്ന് പഠിച്ച് ഗവേഷണ പഠനം നടത്താനൊക്കെ എനിക്ക് അവസരം ഉണ്ടായിട്ടുണ്ട്. അതിലൊരു ശവകുടീരത്തിൻ്റെ വലിപ്പം 13 ഏക്കറാണ്. ഒരുത്തൻ്റെ കല്ലറ വലിപ്പം എത്ര? 13 ഏക്കറിൽ ഒരുത്തൻ്റെ ശവകുടീരം. ആ ശവകുടീരം നിർമ്മിച്ചത് ഏതാണ്ട് 2 ലക്ഷത്തിൽ പരം അടിമകളുടെ 20 വർഷത്തെ പണിയാണ്. 260 മീറ്റർ ഉയരത്തിൽ സ്തൂപികയുടെ അഗ്രത്തോടു കൂടിയ പടുകുറ്റൻ പിരമിഡ്. അതിനുള്ളിലാണ് ഫറവോയുടെ ഈ ശവകുടീരം. അങ്ങോട്ടൊന്നും ആളുകൾക്കങ്ങനെ പ്രവേശനമില്ല. ബ്രിട്ടീഷുകാർ ലോകം ഭരിക്കുന്ന കാലത്ത് അവിടേക്ക് ഒരു വറ്റം ബ്രിട്ടീഷ് ഗവേഷകർ ചെന്നു. അപ്പോൾ അവിടെ ഈജിപ്ഷ്യൻ ഭാഷയിൽ എഴുതി വെച്ചിട്ടുണ്ട്, ഫറവോ ഉറങ്ങുകയാണ്, അയാളുടെ ഉറക്കം കെടുത്തുന്നവൻ മരണത്തിനൊരുങ്ങിക്കൊള്ളുക, മരണത്തിന് റെഡിയാകണം. ഈ അതിൻ്റെ മുമ്പിൽ ചില തിരി കത്തിച്ചും വിളക്ക് കത്തിച്ചുമൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് പ്രാകൃതരായ അറബി ഗോത്ര വംശജർ. സയൻറ്റിസ്റ്റുകൾ അറിയിച്ചെന്നിട്ട് അവരോട് പറഞ്ഞു, മാറ്. അവിടെ നിന്ന ആളുകൾ, അറബികൾ പറഞ്ഞു, സാർ അകത്തേക്ക് പോകരുത്, പോകരുത്, പോകരുത്. പക്ഷേ സാഹിബല്ലേ, അതെല്ലാം കേൾക്കുമോ? അവരിതിനകത്ത് കിടന്നു. കുറ്റാക്കുറ്റിരുട്ട് ഉള്ള ഇടനാഴി പിന്നിട്ട് 90 ഡിഗ്രി ആംഗിളിൽ പടിക്കെട്ടുകളൊക്കെ ഇറങ്ങി 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 ഈ ശവകുടീരത്തിൻ്റെ അകത്തെത്തി. ഒരു കാഴ്ച കണ്ടു. സ്വർണ്ണനിർമ്മിതമായ നിരവധി ശവപ്പെട്ടികൾ. ശവപ്പെട്ടി എന്ന് കേട്ടാൽ നമ്മളുണ്ടാക്കുന്നുള്ള പെട്ടിയല്ല, 6 അടി വീതി വരും, 8 അടി നീളം വരുന്ന സ്വർണ്ണ തകിട്. ഒരു നമ്മുടെ നാട്ടിലെ കട്ടളയൊക്കെ പണിയാൻ ഉപയോഗിക്കുന്ന തടി, ആ തടി പോലെ സ്വർണം. ഇങ്ങനെ വിരലിനടിച്ചാൽ നിം നിം എന്ന് നാദം കേൾക്കും സ്വർണം. അതിനകത്താ ഫറവോയുടെ ഇട്ടിരിക്കുന്നത്. അത്ഭുതം അതല്ല, കുറ്റാക്കുറ്റിരുട്ട് തോന്നേണ്ട ഇടത്ത് മഴവില്ലിൻ്റെ 7 അഴകിൻ്റെ ഭംഗിയുടെ ചാതുര്യം, പത്മരാഗ കല്ലുകൾ, ഗോമേതക ക്രിസ്റ്റലുകൾ, സുഗന്ധീരത്നങ്ങൾ, സ്ഫടിക പാത്രങ്ങൾ, ഇവയിൽ നിന്നെല്ലാം ഉത്സർജിക്കുന്ന കിരണങ്ങൾ, ഒരു വലിയ വിസ്മയ പ്രപഞ്ചം. ഇതാണ് ബൈബിൾ പറയുന്ന മിസ്രയീമിലെ നിക്ഷേപം. മിസ്രയീമിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിൻ്റെ നിന്ന മോശ ധനമെന്നെണ്ണി എന്ന് പറയുമ്പോൾ മോശയ്ക്കുമൊക്കെ ഇങ്ങനെ ശവോടൊക്കെ കിട്ടേണ്ടതാ. ഇത്രയും കോടികൾ വിലമതിക്കുന്ന ശവകുടീരം. അപ്പോൾ ഈ സാഹിബിന് കൗതുകം തോന്നിയിട്ട് അവർ ഈ ശവപ്പെട്ടിയുടെ മൂടിയെടുത്ത് മാറ്റി. അത് ചുമ്മാ സ്വർണം മാത്രമല്ല, കൽപ്പെട്ടിക്കകത്ത് സ്വർണ്ണപ്പെട്ടിക്കകത്ത് കൽപ്പെട്ടി, ഇങ്ങനെ 3 പെട്ടി അടുക്കി വെച്ചിട്ട് അതിനാ ഫറവോയെ കിടത്തുന്നത്. മൂടി മാറ്റിപ്പോൾ ഒരു കാഴ്ച. 5000-ൽ പരം വർഷം പഴക്കമുള്ള ഫറവോയുടെ ശരീരം കാര്യമായ കേടുപാട് കൂടാതെ അതായിരിക്കുന്നു. ആ കവിളിൽ ഒരു പാടുണ്ട്. ചരിത്രമറിയാവുന്ന സയൻറ്റിസ്റ്റുകളിൽ ഒരാൾ പറഞ്ഞു, ഇതാണ് നമ്മൾ ചരിത്രത്തിൽ പഠിച്ചത്, ഈ മനുഷ്യൻ മരിച്ചത് കവിളിൽ ഒരു ഈച്ച കുത്തിയാണ്.
ഈജിപ്തുകാർക്ക് ഈച്ച വരെ ദേവനാണ്. അവരൊരു ഈച്ചയാണ് ബയൽ സബൂൽ എന്ന് വിളിക്കുന്നത്, ഈച്ചകളുടെ രാജാവ്. അവൻ ബയൽ സബൂലിനെ കൊണ്ട് ഭൂതങ്ങളെ പുറത്താക്കി എന്നൊക്കെ പറയുന്ന ഭാഗവതാണ്. കളിയാക്കിയില്ലേ? ഇത് കഴിഞ്ഞു, ഇതെല്ലാം അടച്ചു വെച്ചു. കൊള്ളയടിക്കാൻ സായിപ്പിന് വല്ല മടിയുണ്ടോ? അതൊക്കെ അപകരിച്ചുകൊണ്ട് പോകാനുള്ള തീരുമാനത്തോടെ പുറത്തിറങ്ങി സീല് ചെയ്ത് ബന്ധവശാക്കി അവിടെ നിന്ന് ആളുകളെയൊക്കെ മാറ്റി. സയൻറ്റിസ്റ്റുകൾ മടങ്ങിപ്പോയി. ഈ പോയ ആളുകൾ അടുത്ത ദിവസങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട ദിനപത്രങ്ങളിലെ വാർത്ത അത്ര ശുഭകരമായിരുന്നില്ല. ഈ മൂന്നാളുകൾ 3 വ്യത്യസ്ത സാഹചര്യങ്ങളിൽ കൊല്ലപ്പെട്ടു. അതിലൊരുവൻ മരിച്ചത് രാത്രിയിൽ കിടന്നുറങ്ങുമ്പോൾ കട്ടിലിനടിയിൽ നിന്ന് ഇഴഞ്ഞു വന്ന വണം വിടർത്തിയ മൂർഖൻ കവിളിൽ ആഞ്ഞുകുത്തി. ഈ ശവകുടീരത്തിൽ കിടക്കുന്ന ഫറവോയുടെ കവിളിൽ എവിടെ വിഷയിച്ച കുത്തിയോ അതേ സ്പോട്ടിൽ ഇയാളെ കുത്തി, ആള് മരിച്ചു. എന്ത് മനസ്സിലായി? ഏത് സമ്പന്നതയുടെ ശ്രീകോവിലായി പണിയപ്പെട്ട വീട്ടിലും പിശാചുക്കൾ കുടിയിരിപ്പുണ്ട്, സൂക്ഷിക്കണം. ഈ നാട്ടിൽ ഏറ്റവും വലിയ കോടീശ്വരനാ നിങ്ങളെങ്കിലും പണം നിനക്ക് സ്വസ്ഥത തരത്തില്ല, പാരമ്പര്യം നിനക്ക് സ്വസ്ഥത തരത്തില്ല. സാത്താന്യമായ അധിനിവേശ ഭൂമിയിൽ നീ ഇന്ന് ജീവിച്ചിരിക്കെ ശാപം നിന്നെ വേട്ടയാടിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ശാപത്തെ പരിഹരിക്കാൻ ആർക്കാണ് സാധിക്കുക? ഇതാ ഗെത്സമന തോട്ടത്തിൽ വെച്ച് ഉള്ളുരുകി പ്രാർത്ഥിച്ചവൻ മധ്യസ്ഥയണച്ചിട്ട് പുറത്തേക്ക് വന്നിട്ട് പറയുക, നിങ്ങൾ ആരെയാ തിരയുന്നത്? നസറേനായ യേശുവിനെ. അത് ഞാനാ, എന്നെ ബന്ധിക്കണം, ഇവരെ വിട്ടയക്കണം. ഇന്നും വിട്ടയക്കപ്പെടുന്ന സ്വാതന്ത്ര്യ ബോധം ഹൃദയത്തിലുണ്ടെങ്കിൽ രോഗം പിടിച്ചു വച്ചിരിക്കുന്ന, തിന്മകൾ പിടിച്ചു വച്ചിരിക്കുന്ന ജീവിതത്തിന്റെ ദുരന്തങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ നിനക്കിതാ ഒരു ദിവ്യ ഔഷധം. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. അവന്റെ രക്തത്തിൽ നമുക്ക് അതിക്രമങ്ങളുടെ മോചനം എന്ന വീണ്ടെടുപ്പുണ്ട്. ഹല്ലേലൂയ. ഞാൻ ഒരു കഥ പറഞ്ഞ് ഈ ചിന്തകൾ ക്രോഡീകരിക്കാം. കുട്ടികളൊക്കെയുള്ള ഒരു സദസ്സാണല്ലോ. കഥ പറയുന്നത് ഇഷ്ടമാണോ? കണ്ടോ, കുഞ്ഞുങ്ങൾക്ക് താല്പര്യമായി. പ്രായമുള്ളവരുടെ കാര്യം അറിയില്ല, എന്നാലും പ്രായമുള്ളവരായിരിക്കും അത് രഹസ്യത്തിൽ കൂടുതൽ ആസ്വദിക്കുന്ന വേറൊരു കാര്യം എങ്ങനെയാണ്. അതുകൊണ്ട് നല്ലൊരു കഥയാണ് ഞാൻ പറയുന്നത്, അർത്ഥവത്തായ കഥ. ഇത് എൻ്റെ കഥയൊന്നുമല്ല, അത് നല്ല കഥയാണ് ഞാൻ പറയാൻ കാരണം. വിശ്വവിഖ്യാതനായ വില്യം ഷേക്സ്പിയറുടെ മാക്ബത്ത് എന്ന ഒരു കലാസൃഷ്ടി ഉണ്ടല്ലോ, ഏവനിലെ രാപ്പാടി, ഉജ്ജ്വല എഴുത്ത ഷേക്സ്പിയറുടേത്. ഈ മാക്ബത്ത് ഒരു ധീര സമര സേനാനിയായ സൈനിക മേധാവിയുടെ പേരാ. അദ്ദേഹത്തിൻ്റെ ഭാര്യയെ ലേഡി മാക്ബത്ത് എന്നറിയപ്പെടുന്നു. നിരവധി യുദ്ധങ്ങളിൽ രാജ്യത്തെ വിജയിപ്പിച്ച രാജാവിൻ്റെ അഭിമാന ഭാജനമാണ് മാക്ബത്ത്. ഒരു ദിവസം ഈ മാക്ബത്തിൻ്റെ വീട്ടിൽ രാജാവ് അതിഥിയായിട്ട് എത്തി. അതിഥിയായിട്ടെത്തിയ രാജാവ് മാക്ബത്തിൻ്റെ ഉപചാരങ്ങൾ കൈക്കൊണ്ട് ഉറങ്ങാൻ അദ്ദേഹത്തിന് വേണ്ടി ക്രമപ്പെടുത്തിയ മാളിക മുറിയിലെ മനോഹര ഇടത്തേക്ക് ഗോവണിപ്പടി കടന്ന് മാക്ബത്തിനെ അനുഗമിച്ചു. രാജാവ് മുറിയിലേക്ക് കടന്നു. വിരിച്ചൊരുക്കിയ പേർഷ്യൻ പരവതാനിയുടെ മുകളിൽ കൂടി നടന്ന് മനോഹരമായ ഒലിവ് മരത്തിൻ്റെ തായ്തടിയിൽ മെനഞ്ഞ കട്ടിലിൽ രാജാവ് കിടക്കുമ്പോൾ ഒരു ശരറാന്തലൽപ്പം താഴ്ത്തി വെച്ചിട്ട് മാക്ബത്ത് പറഞ്ഞു, പ്രഭോ, അങ്ങയ്ക്കിന്നിവിടെ സുഖശയനം. അങ്ങയുടെ ഈ മുറിക്ക് മുമ്പിൽ വെട്ടിത്തിളങ്ങുന്ന ഈ വാളും കയ്യിലെന്തി നേരം വെളുത്തങ്ങ് ഉണരും വരെ ഈ മാക്ബത്തിരിക്കും. അങ്ങൊന്നും പേടിക്കണ്ട. ചിരിച്ചുകൊണ്ട് രാജാവ് പറഞ്ഞു, വിധി മറ്റൊരു രൂപത്തിൽ എന്നെ ആക്രമിക്കാൻ വന്നാൽ നിൻ്റെ ഈ വാള് അതുകൊണ്ട് ഗുണമില്ലല്ലോ മാക്ബത്ത്. മുമ്പ് സൂചിപ്പിച്ചതുപോലെ മറ്റൊരു വിധത്തിലായി എൻ്റെ മരണമെങ്കിൽ ഈ വാളിനെ രക്ഷിക്കാൻ കഴിയില്ലല്ലോ മാക്ബത്ത്. അതുകൊണ്ട് നീ എന്നെ ഇങ്ങനെ സൂക്ഷിക്കണ്ട, പോയി കിടന്നോ. മാത്രമല്ല മാക്ബത്ത്, നിൻ്റെ വീട്ടിൽ കിടക്കുമ്പോൾ കൊട്ടാരത്തിൽ കിടക്കുന്നതിനേക്കാൾ ഞാൻ സുരക്ഷിതനാ. കാരണം നിന്റെ വീട്ടിലേക്ക് വന്ന് ഒരു ശത്രുവിനും എന്നെ ആക്രമിക്കാൻ കഴിയില്ല. നീ എത്ര ധീരനാ, നിന്റെ മുൻകരുതലുകളെക്കുറിച്ച് അവന് ബോധമുണ്ട്. അതുകൊണ്ട് കൊട്ടാരത്തിലേക്കാൾ ഞാൻ സുരക്ഷിതനാ, പൊക്കോ. മാക്ബത്ത് വണങ്ങി.
മാളിക മുറിയുടെ പടിക്കെട്ടുകൾ കടന്ന് താഴേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ സുന്ദരിയായ തൻ്റെ ഭാര്യ താഴെ നിൽക്കുന്നു, ലേഡി മാക്ബത്ത്. ഈ മുഖത്തെ സന്തോഷം കണ്ടിട്ട് മാക്ബത്തിനോട് അവൾ ചോദിച്ചു, അങ്ങനെന്താ വലിയ സന്തോഷമാണല്ലോ? അദ്ദേഹം പറഞ്ഞതേ, ഞാനിന്ന് അതീവ സന്തോഷവാൻ. കാരണം എൻ്റെ വീട്ടിൽ രാജാവ് ഉറങ്ങുമ്പോൾ രാജാവ് പറയുക, നീ കാവൽ നിൽക്കേണ്ട മാക്ബത്തെ, നീ ഒരു ധീരനാ, നിന്റെ പേര് കേട്ടാൽ ഒരു ശത്രുവിനും ഇവിടെ വന്ന് എന്നെ ഉപദ്രവിക്കാനാവില്ല. 1000 പാരിതോഷികങ്ങളെക്കാൾ വിലമതിക്കുന്ന പ്രശംസയാണ് എനിക്ക് കിട്ടിയത്. ഓ മാക്ബത്ത്, ഞാനൊരു ചോദ്യം ചോദിക്കുന്നു അങ്ങയോട്. അങ്ങ് ഏറ്റവും ഇഷ്ടപ്പെടുന്നത് ജീവിതത്തിൽ എന്തിനെയാണ്? അങ്ങക്ക് രാജാവിനോട് ബഹുമാനവും സ്നേഹവും ഒക്കെ ഉണ്ട്. ഏറ്റവും ഇഷ്ടപ്പെടുന്ന രാജാവിനെയാണോ? അദ്ദേഹം പറഞ്ഞല്ല, നിന്നെയാണ്. ഉറപ്പ്? ഉറപ്പ്. മാക്ബത്ത്, അങ്ങക്ക് സാധിക്കുന്നൊരു കാര്യം, അനായാസേന സാധിക്കുന്നൊരു കാര്യം ഞാൻ അങ്ങയോട് പറയാം. എന്നോട് സ്നേഹമുണ്ടെങ്കിൽ അത് നടപ്പിലാക്കി തരണം. അദ്ദേഹം പറഞ്ഞു, തരാം. കരം തന്നാട്ടെ. കരം കൊടുത്തു. ഉറപ്പ്? ഉറപ്പ്. ആ എന്താ പറഞ്ഞാട്ട്? ഇന്ന് രാത്രി നീ രാജാവിനെ കൊല്ലണം. കൊന്നിട്ട് നീ രാജ്യത്തിൻ്റെ രാജാവാകണം. നിന്റെ വലത്തുവശത്തു രാജ്ഞിയായി ഞാനിരിക്കും. മാക്ബത്ത് പറഞ്ഞു, എന്തൊരു വിഡ്ഢിയാണ് നീ. ഒരനുജനെപ്പോലെ എന്നെ സ്നേഹിക്കുന്ന എൻ്റെ ചക്രവർത്തിക്ക് നേരെ ഈ വാളുയരില്ല. ഒരു തെരുവ് തണ്ടിയെപ്പോലെ ജീവിതം ഹോമിക്കേണ്ട എൻ്റെ വിലയും നിലയും എൻ്റെ ചക്രവർത്തിയാ. പ്രാണൻ വെച്ചുപവനെ സംരക്ഷിക്കാൻ ഞാൻ ബാധ്യസ്ഥനാ. ഈ ഉടവാൾ അവന് നേരെ ചലിക്കില്ല. പകരം നീ ആകാശത്തിൽ ജ്വലിച്ചു നിൽക്കുന്ന ചന്ദ്രനെയും പിടിച്ച് എനിക്ക് കൊണ്ടെത്താ എന്ന് പറയുക. ഞാൻ ചന്ദ്രനെയും പിടിക്കാൻ പ്രയാണം ആരംഭിക്കും. ഒന്ന് പൊരുതി നോക്കും. അതിനെനിക്ക് മനസ്സാ. പക്ഷേ എൻ്റെ ചക്രവർത്തിയെക്കുറിച്ച് ഇനിയൊരക്ഷരം മിണ്ടരുത്. അവൾ പറഞ്ഞു, മാക്ബത്ത്, എനിക്ക് മനസ്സിലായി. സോറി മാക്ബത്ത്, അങ്ങയുടെ ചക്രവർത്തിയെ കൊല്ലാൻ ഞാനൊരു വാക്കുകൂടി കൽപ്പിച്ചാൽ നീ എൻ്റെ തലയിറക്കും എന്നെനിക്ക് മനസ്സിലായി. അതുകൊണ്ട് മാക്ബത്ത്, ഞാൻ നിന്നെ പിരിയുന്നു. ഞാൻ വിട്ടുപോകുകയാണ്. അവൾ തൻ്റെ ബാഗെല്ലാം കയ്യിലെടുത്ത് നടക്കാൻ തുടങ്ങിയപ്പോൾ മാക്ബത്ത് പറഞ്ഞു, നിനക്കെന്ത് പറ്റി? ഇവിടെ വാ. നോ മാക്ബത്ത്, 100 കണക്കിന് യുവകേസരികൾ എൻ്റെ സൗന്ദര്യം ആഗ്രഹിച്ച് എനിക്ക് ചുറ്റും കൂടിയിട്ടും നിന്നിലെ ധീരത കണ്ട് നിന്നെ മാത്രം പ്രണയിച്ച് നിനക്കൊപ്പം ഇറങ്ങിത്തിരിച്ച എൻ്റെ മുമ്പിൽ എന്നെക്കാൾ വലിയൊരു ബിംബം നിന്റെ ഹൃദയത്തിലിരിക്കുന്നു രാജാവ്. അത് മാറാതെ നിന്റെ കൂടെ ഇല്ല. ഇനി ഞാൻ തിരിഞ്ഞു നിൽക്കാൻ ഒറ്റ വ്യവസ്ഥ, ഇന്ന് രാത്രി നീ രാജാവിനെ കൊല്ലണം. പറയൂ, ഈസ് ഇറ്റ് പോസിബിൾ? സാധ്യമാണോ? അവൻ അങ്ങനെ നിന്നു. മനസാക്ഷി പറഞ്ഞു, അരുതേ അരുതേ അരുതേ. പക്ഷേ പ്രലോഭനം പറഞ്ഞു, വേഗം വേഗം വേഗം. മനസ്സാക്ഷിയും പ്രലോഭനവും 2 മണ്ഡലങ്ങൾ ഏറ്റുമുട്ടുന്ന സംഘർഷഭരിതമായ മനസ്സിൽ ഞങ്ങളുടെ പ്രസംഗം കേൾക്കുന്ന ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ, സ്നേഹിത, നീ എന്തിനാ വില കൽപ്പിക്കുന്നത്? എന്തിനു വേണ്ടി ആയുധം കയ്യിലെടുക്കുന്നത്? ഒടുവിൽ പ്രലോഭനം വിജയിക്കുന്നു. മാക്ബത്ത് പറഞ്ഞു, വരൂ വരൂ വരൂ. അവൾ ചിരിച്ചുകൊണ്ട് അടുത്ത് വന്നു. കയ്യിൽ കരുതി വെച്ച പുതിയൊരു ഉടവാൾ അവൾ എടുത്തു കൊടുത്തിട്ട് പറഞ്ഞു, ഇറ്റ് ഈസ് ഫോർ ഹിം മാക്ബത്ത്. ഇത് അവനുള്ളതാണ് മാക്ബത്ത്, കൊണ്ടുപോകൂ. മാക്ബത്ത് വേഗത്തിൽ. മാക്ബത്ത് പടികടന്ന് രാജാവിൻ്റെ ശയനഗൃഹത്തിൻ്റെ അരികിലെത്തി. പതുക്കെ കതക് തുറന്ന് അകത്ത് കിടക്കുമ്പോൾ ദാ ശാന്തനായി ഉറങ്ങുന്നു രാജാവ്. തൻ്റെ കയ്യിലെ കരവാളം മാക്ബത്തൊന്ന് ഉയർത്തി. ചലിപ്പിക്കാൻ വയ്യ. ശരീരമാസകലം സ്തംഭിക്കുന്നു. കൈയും കാലും വിറയ്ക്കുന്നു. ഒരു ധൈര്യം സംഭരിച്ചു മാക്ബത്ത്. ഓ, എന്തൊരു പ്രലോഭനം! അപ്പുറത്തെൻ്റെ മനസ്സാക്ഷിയുടെ വിങ്ങൽ, നീറിപ്പുകയുന്ന മനസ്സ്. സഹിക്കാൻ വയ്യ. ഞാനാകെ ഭ്രാന്തനാകുന്നു. എന്തു ചെയ്യും? സംഘർഷഭരിതമായ അന്തരീക്ഷത്തിൽ
ഇന്ന് ഞാനിത് ചെയ്യുന്നില്ലെങ്കിൽ എൻ്റെ ഭാര്യ വിട്ടുപോകും. ഇന്ന് ഞാനിത് ചെയ്താൽ ഞാൻ ലോകത്തിലെ ഏറ്റവും വലിയ കുറ്റവാളി, നീചകൃത്യം ചെയ്യുന്നവൻ. എനിക്ക് താങ്ങാൻ വയ്യ. സ്നേഹിത, ഇതിന്റെ പേരാണ് പാപം, ഇതിന്റെ പേരാ അധർമ്മം, ഇതിന്റെ പേരാ അകൃത്യം. വചനം പറയാ, നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവന്റെ മേലായി. താങ്ങാനാവാത്ത ആ പാപഭാരം എവിടാ കൊണ്ടിടുന്നത്? മനസാക്ഷി വിധിച്ചിട്ടും ചെയ്തു പോയ നീചകൃത്യങ്ങൾ കൊണ്ട് പരിഹരിക്കാൻ ഒരിടമില്ലാതെ വീർപ്പുമുട്ടുന്ന നിനക്കിന്ന് രാത്രി വിടുതൽ ആവശ്യമുണ്ടെങ്കിൽ, ഈ മാനസികാവസ്ഥയിൽ നിന്ന് രക്ഷ ആവശ്യമുണ്ടെങ്കിൽ, ഒറ്റ വഴി മാത്രം. യേശുക്രിസ്തുവിന്റെ പുണ്യാക രക്തം നിന്റെ സകല പാപവും പോക്കി നിന്നെ ശുദ്ധീകരിക്കുന്നു, നിന്നെ രക്ഷിക്കുന്നു. സ്തോത്രം. ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ പ്രിയരെ. അടുത്ത ഘട്ടം, അയാളുടെ കയ്യിലെ വാളൊന്നുയർന്നു. രാജാവിൻ്റെ ശിരസ് ലക്ഷ്യമിട്ട് വാൾ അങ്ങോട്ട് ചെന്നു. രാജാവിൻ്റെ ഗളം പിളരുമ്പോൾ ആ കണ്ണൊന്ന് തുറന്നു. മാക്ബത്തിനെ രാജാവ് കണ്ടു. എന്നിട്ട് സംസാരിക്കാനാവാത്ത ഒരു ചോദ്യം ആ കണ്ണിൽ നിന്ന് കളിച്ചു. എന്തിന്? എന്തും നിനക്ക് തരാൻ എനിക്ക് മനസ്സാണല്ലോ കുഞ്ഞെ. എന്തിനാ? ഒത്തിരി കൊട്ടേഷൻ ഗുണ്ടകളുണ്ട് നമ്മുടെ രാജ്യത്ത്. അവർക്കറിയില്ല എന്തിനാ. കയ്യിൽ ആയുധം പിടിച്ചുകൊണ്ട് അവരെൻ്റെ പ്രാണൻ എടുക്കുമ്പോൾ അറിയില്ല എന്തിനാ. ഇതാ ഇവിടെ ഒരു മാക്ബത്ത്. എന്തു പറ്റി? അയാൾ കൊന്നു, തിരിച്ചിറങ്ങി വന്നു. ഭാര്യ പറഞ്ഞു, വെൽ ഡൺ മാക്ബത്ത്. ഒടി പറയാ, മാക്ബത്ത് നീ ഇങ്ങനെ വിഷമിക്കാനൊന്നുമില്ല. ഞാനാണ് ഈ സൗകര്യമെല്ലാം ഇവിടെ ക്രമീകരിച്ചത്. എന്തിനാ? ഈ രാജാവിനെ തന്ത്രപൂർവ്വം കൊണ്ടുവന്നതും ആഹാരമൊരുക്കിയതും അവിടെ സപ്രപഞ്ച കട്ടിലിനേക്കാൾ മനോഹരമായ കട്ടിലൊരുക്കിയതുമൊക്കെ എൻ്റെ ഒരു തന്ത്രമായിരുന്നു. കാരണം ഇവിടെ വരുത്തി കൊന്നിട്ട് നാളെ നീ നാടിൻ്റെ രാജാവാകുമ്പോൾ നിന്റെ വലതുവശത്ത് ഞാൻ രാജ്ഞിയായിരിക്കും. നേരം വെളുക്കുമ്പോഴേക്കും ഈ നാടും നഗരവും ഉണരും. ദേശമെല്ലാം നിന്റെ പിന്നിൽ കീഴയി വിളിച്ചു മുദ്രാവാക്യങ്ങളോടെ നിന്നെ പട്ടാഭിഷേകം കഴിക്കാൻ ഇങ്ങനെ ആനയും അമ്പാരിയും എഴുന്നള്ളത്തും കുതിരപ്പടകളും ഒക്കെ കൊണ്ട് പോകുമ്പോൾ നിനക്കൊപ്പം ഞാനുമുണ്ടാകും. മാക്ബത്ത് ജീവിതം ആസ്വദിക്കാനുള്ളതല്ലേ മാക്ബത്ത്. അവിടെ എന്ത് ധാർമ്മികത, അവിടെ എന്ത് സന്മാർഗബോധം. നമുക്ക് വേണ്ടത് ജസ്റ്റ് എൻജോയ് ലൈഫ്. നമുക്ക് ജീവിതത്തെ ആസ്വദിക്കാം. മാക്ബത്ത് സമ്മതിച്ചു. പക്ഷേ അരണ്ട വെളിച്ചത്തിൽ ഈ കയ്യിലേക്ക് നോക്കിയപ്പോൾ ഒരു തുള്ളി ചോര. അയാൾ പറഞ്ഞു, ദാ എൻ്റെ കയ്യിൽ ഒരല്പം രക്തക്കറ, ഇത് കഴുകണം. കൂജയിലെ തണുത്ത ജലം ഇനി കൊണ്ടുവാ. കൂജ കൊണ്ടുവന്നു. തണുത്ത ജലം നിറച്ച കൂജ. കുഞ്ഞുങ്ങൾക്കറിയില്ല കൂജ എന്ന് പറഞ്ഞാൽ എന്താണെന്നല്ലേ. അവർ നിങ്ങളുടെ ഫ്രിഡ്ജിലെ വെള്ളമല്ലേ നമ്മുടെ മക്കൾ കുടിക്കുക. കുഞ്ഞെ ഒരുതരം ജാറാണ്, ഒരുതരം മൺജാറാണ്, മൺകുടം, നീളമുള്ള മൺകുടം. അതങ്ങോട്ട് പിടിച്ച് വെള്ളം ഒത്തി കുടിച്ചിട്ട് മാക്ബത്ത് ബാക്കി വെള്ളം ഭാര്യയെക്കൊണ്ട് കയ്യിലേക്കൊഴിച്ച് ഇങ്ങനെ ഒന്ന് കഴുകി കുടഞ്ഞിട്ട് നോക്കി. ചോരക്കറ പോകുന്നില്ല. മാക്ബത്ത് പറഞ്ഞു, തൊടിയിലെ കിണറ്റിലെ വെള്ളം കോരി ഈ കയ്യിലേക്ക് ഒഴിക്കുക. കൈ കഴുകി, ചോരക്കറ പോകുന്നില്ല. മാക്ബത്ത് പറഞ്ഞു, പുഴയിൽ നിന്നൽപ്പം വെള്ളമിറ്റിച്ച് ഈ കയ്യിലേക്ക് ഒഴിക്കൂ വേഗത്തിൽ. വേലക്കാരൻ പോയി വെള്ളം കൊണ്ടുവന്നു. വെള്ളമൊഴിച്ചു കൈ കഴുകി, ചോരക്കറ പോകുന്നില്ല. മാക്ബത്ത് ഗർജിച്ചു. ഇന്ന് രാത്രി തന്നെ അലയടിച്ചുയരുന്ന 7 കടലുകളിലേക്ക് 7 പടയാളികൾ 7 കുതിരപ്പുറത്ത് 7 കുംഭങ്ങളുമായി കടന്നു പോകണം. കുടങ്ങളുമായി പതച്ചാർത്തുകൊണ്ട് പൊട്ടിച്ചിരിക്കുന്ന സാഗര തരംഗങ്ങൾക്കിടയിൽ നിന്ന് വെള്ളം കൂജകളിൽ നിറച്ച് 7 കടലിലെ വെള്ളം കൊണ്ടുവന്ന് എൻ്റെ കൈ കഴുകുക. 7 കടലുകളിലെ വെള്ളം കൊണ്ടുവന്ന് അയാളുടെ കൈ കഴുകി. ചോരക്കറ പോകുന്നില്ല. കാലം മാക്ബത്തിനെ ഒരു ഭ്രാന്തനാക്കി മാറ്റി. അയാളുടെ ഭാര്യ കൽത്തുറുങ്കിലകപ്പെട്ടു. ആ കഥ ആ വഴിക്ക് പോകട്ടെ. ഇന്ന് ഈ പ്രസംഗം കേട്ടിരിക്കുന്നവർക്കിടയിൽ ഒരു മാക്ബത്തുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. കുറ്റബോധത്തിൻ്റെ നീറുന്ന മനസ്സോടെ വചനം കേൾക്കുന്ന നിനക്ക് വേണ്ടിയാ ഈ 3 രാത്രികളുടെ യോഗം. ആ മാക്ബത്തെ
നിന്നെ രക്ഷിക്കാൻ ഒരു മതചിന്തയ്ക്കും കഴിയില്ല. നിന്നെ രക്ഷിക്കാൻ തീർത്ഥാടനങ്ങൾക്ക് കഴിയുകയില്ല. നീ കോടികൾ മുടക്കി തീർത്ഥാടന കേന്ദ്രങ്ങളിൽ പോയി നീ പ്രദക്ഷിണം ചെയ്താൽ നിന്റെ പാപഭാരം തീരില്ല. നിനക്കുള്ള സ്വത്തൊക്കെ പതിച്ചു പാപങ്ങൾക്ക് കൊടുത്താൽ നിന്റെ ഹൃദയത്തിന്റെ സമാധാനം തിരിച്ചു കിട്ടുകയില്ല. നിന്റെ നഷ്ടങ്ങളെ തിരിച്ചു തരാൻ ലോകത്തിലാർക്കും കഴിയില്ലെങ്കിൽ നീ ഇന്നിവിടെ ഉണ്ട്. ഈ ശബ്ദം കേൾക്കുന്നെങ്കിൽ ഞാൻ വിളിച്ചു പറയാ, നിന്നെ രക്ഷിക്കാൻ ഉലകത്തിൽ ഒരുവനെ കഴിയൂ. അവന്റെ പേര് കർത്താവായ യേശുക്രിസ്തു. എന്താണ് അവന്റെ പ്രത്യേകത? അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപം പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. അവന്റെ രക്തത്തിൽ നമുക്ക് അതിക്രമങ്ങളുടെ മോചനം എന്ന വീണ്ടെടുപ്പുണ്ട്. അവനിലല്ലോ ദൈവത്തിന്റെ സകല സമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. ആ യേശുവിനെ ഹൃദയാന്തർഭാഗത്ത് രക്ഷകനും കർത്താവുമായി സ്വീകരിപ്പാൻ വചനം കേൾക്കുന്ന ഏവർക്കും അത്യുന്നതൻ സംഗതിയാക്കട്ടെ. പാപഭാരത്തിൻ്റെ നീറുന്ന ബോധത്തോടെ ശബ്ദം കേൾക്കുന്ന പ്രിയ സ്നേഹിത, ഇന്ന് രാത്രി നിനക്ക് വിടുതൽ. നിന്റെ പാപം എത്ര കടിഞ്ചുവപ്പായിരുന്നാലും പരിഹരിക്കുന്ന നസ്രായൻ്റെ പാതാരബിന്ദങ്ങളിൽ നിനക്ക് അഭയം, ശാശ്വത സമാധാനം, സുഖമുള്ള ഒരു ജീവിതാനുഭവത്തിലേക്ക് നിന്റെ ഹൃദയത്തെയും മനസ്സിനെയും ശരീരത്തെയും ഇന്ന് രാത്രി പരാവർത്തനം ചെയ്യിക്കുന്ന സത്യസുവിശേഷം നിന്റെ രക്ഷയ്ക്കായി പ്രസംഗിച്ചുകൊണ്ട് വീണ്ടും ഞങ്ങൾ ആവർത്തിക്കുന്നു. ഈ ക്രൂശാണ് ഞങ്ങളെ വീണ്ടെടുത്തത്. അതിലെ സ്നേഹത്തിൻ്റെ ആധിക്യമാണ് ഈ യോഗം നടത്താനും നിങ്ങളോട് പ്രസംഗിക്കുവാനും ഞങ്ങളെ പ്രേരിപ്പിച്ച ഘടകം. ആ ക്രിസ്തു നിന്റെ ഹൃദയത്തിൽ വാഴട്ടെ. കണ്ണുകളടയ്ക്ക. ഒരു വേള ഹൃദയത്തെ ഏകാഗ്രമാക്കട്ടെ. എല്ലാവരും 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 ഞാനൊരു വേള നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. എല്ലാവരും പ്രാർത്ഥിച്ചട്ടെ. ഈ ദേശത്തിനായി പ്രാർത്ഥിക്കുന്നു. എനിക്കൊപ്പം നിങ്ങളും പ്രാർത്ഥിക്കണേ. ഇത്രമാം സ്നേഹം ഉയിർക്കൊടുത്ത് നീക്കായി, ഇത്രമാം സ്നേഹം ഉയിർക്കൊടുത്ത് നീക്കായി, മന്നവ വർണ്ണിപ്പാനേളു തല്ല എനിക്ക്, മന്നവ വർണ്ണിപ്പാനേളു തല്ല എനിക്ക്. തേടി വന്നു ദോഷിയ എന്നെയും എന്നെയും നാഥ, തേടി വന്നു ദോഷിയ എന്നെയും എന്നെയും നാഥ. ഏത് പാപിയും തേടി വരുന്ന ദൈവസ്നേഹം നിന്നെയും തേടി വന്നിരിക്കുന്ന കുഞ്ഞെ, പ്രിയ മാതാവേ, പ്രിയ സഹോദര, പ്രിയ കുഞ്ഞേ, ഈ ദൈവസ്നേഹം നിനക്ക് വേണോ? യേശു നിന്നെ തൊടുന്നു. ഈ മനോഹര കരസ്പർശം ഏറ്റെടുത്ത് മടങ്ങണേ. നിങ്ങൾ രോഗിയാകട്ടെ, മഹാപാപിയാകട്ടെ, ആരോടും തുറന്നു പറയാത്ത ജീവിതത്തിൻ്റെ കുറ്റബോധം അലട്ടുന്ന നാട്ടിലെ ഏറ്റവും ചട്ടമ്പിയാകട്ടെ, എല്ലാവരാലും അവഗണിക്കപ്പെട്ടവനാകട്ടെ, ആരും സ്നേഹിക്കാനില്ലാത്തവനാകട്ടെ, യേശു നിന്നെ രക്ഷിക്കും. ഇന്ന് നിനക്ക് വിടുതലാ. ഇന്ന് നിന്റെ ദൈവസ്നേഹം ഹൃദയത്തിൽ അങ്കുരിക്കുന്ന സുദിനമാ. എനിക്കറിയാം, ഇവിടെ ഇരിക്കുന്ന ഏതൊരാളും യേശുവിനെ കണ്ടവരാ. ഒരാളെങ്കിലും അകത്തോ പുറത്തോ യേശു ചൈതന്യം കൂടാതെ നിൽക്കുന്നെങ്കിൽ എനിക്ക് യേശുവിനെ അനുഗമിക്കണം. എൻ്റെ പാവങ്ങൾ ഏറ്റുപറഞ്ഞ് ഒരു പുതുമനുഷ്യനായി എനിക്ക് മുമ്പോട്ട് പോകണം. എനിക്കായി പ്രാർത്ഥിക്കണേ. എൻ്റെ കുടുംബത്തിനായിട്ടൊന്ന് പ്രാർത്ഥിക്കണേ. എൻ്റെ സഹോദരൻ മദ്യപാനിയ, ഒന്ന് പ്രാർത്ഥിക്കണേ. അല്ല, എൻ്റെ ഭർത്താവ് മദ്യപാനിയ, എൻ്റെ മക്കൾ ഭാവിയിൽ ആശങ്കപ്പെട്ടിരിക്കുക, ഊരാക്കുടുക്കിൽപ്പെട്ടിരിക്കുക, ഡൈവോഴ്സിൻ്റെ വക്കല, മരണത്തിൻ്റെ മുനമ്പത്ത, ആത്മഹത്യയുടെ മുമ്പില, ഒന്ന് രക്ഷിക്കണേ കർത്താവേ. എനിക്കായി പ്രാർത്ഥിക്കുമോ? ഹൃദയത്തിൻ്റെ ഉള്ളിൽ അങ്ങനെ പ്രാർത്ഥന പ്രേരണയുള്ള ഒരാളെങ്കിലും ഉണ്ടോ? നിങ്ങൾ കരമുയർത്ത്, ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കും. ഹല്ലേലൂയ. നിങ്ങൾക്കായി പ്രാർത്ഥിക്കാൻ, ആവശ്യകതകൾക്കായി പ്രാർത്ഥിക്കാൻ ഞങ്ങൾ സജ്ജരാണ്. ചില കരമുയർത്തുന്നു. യേശു നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഒരു മാതാവ് കരമുയർത്തുന്നു. യേശു നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. യേശു ചൈതന്യം നമ്മുടെ മീതെ വാഴട്ടെ. ഞാൻ ഒരു വാക്കിൽ പ്രാർത്ഥിക്കുന്നു. നന്മ അല്ല, ആത്മപ്രേരണയുള്ളവർ, പ്രചോദനമുള്ളവർ, അന്ധക്കരണം പ്രേരിപ്പിക്കുന്നവർ, അവർക്ക് ഇനിയും കരമുയർത്താൻ അവസരമുണ്ട്. പ്രാർത്ഥന ജീവിതത്തിന് വലിയ വിടുതലാണ്, വലിയ വിടുതൽ. നിങ്ങൾ എന്തിനായി കരമുയർത്തി സമർപ്പിച്ചു? ഞങ്ങൾക്കറിയില്ല, പക്ഷേ കർത്താവ് അറിയുന്നു. എന്താണ് നിങ്ങളുടെ ആവശ്യം? ഞാൻ പ്രാർത്ഥിക്കുന്നു. സ്വർഗ്ഗപിതാവേ, ചില കരമുയർത്തിയിരിക്കുന്ന ഒരു സമർപ്പണം. അവർക്ക് ആവശ്യമുണ്ട് നിന്റെ രക്തത്തിൻ ചൈതന്യം. അവർക്ക് ആവശ്യമുണ്ട് അവിടുത്തെ രക്ഷ.
അവർക്ക് ആവശ്യമുണ്ട് അവിടുത്തെ വിടുതൽ, നിൻ്റെ സാന്നിധ്യം, അവിടുത്തെ സ്വാതനം. ഈ രാത്രി വിടുതലാകണമേ, നിൻ്റെ കൃപ കൂടെയിരിക്കണമേ. യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ വചനം കേട്ടവരെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വീണ്ടും ഈ ജനത്തെയും ദേശത്തെയും അടുത്ത ദിനങ്ങളിൽ വചനം കൊണ്ട് ഇടപെട്ട് അനുഗ്രഹിപ്പാൻ ഞങ്ങൾ തിരുക്കരങ്ങളിൽ സകലതും സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുക്രിസ്തുവിൻ ധന്യമേറിയ നാമത്തിൽ തന്നെ ആമേൻ. എല്ലാവർക്കും വന്ദനം. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കും.